ഇപ്പം യൂട്യൂബ് വന്നിട്ടുണ്ട്. സിജു നമസ്കാരം ഉണ്ട് കേട്ടോ, ഉച്ചക്കാലമായി കണ്ടിട്ട്. നമസ്കാരം. Okay, Siju, I think we are on live on YouTube now. ഫേസ്ബുക്കിലേക്ക് നമുക്ക് ലൈവ് കിട്ടുന്നില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യൂട്യൂബിൽ പോയിരിക്കുന്നതിന്റെ ലിങ്ക് ഏതാ? യൂട്യൂബിലെ മാഗ്നാവിഷന്റെ ലിങ്കിലാണ് പോയിരിക്കുന്നത്. ഞാനത് നമ്മുടെ WMFന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈറ്റ് വേ ആകേണ്ടതാണത്. ഇവിടുന്ന് സ്ട്രീം ആകുന്നല്ലോ. Okay, Siju, let's begin. പ്രിയമുള്ളവരെ, വേൾഡ് മലയാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന ഈ മോട്ടിവേഷൻ സെക്ഷനിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കർത്തവ്യം. ദ ഡ്രീം ക്യാച്ചർ എന്ന് പേരിട്ടിരിക്കുന്ന WMF നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടിയിലേക്ക്, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്ന WMFന് നെടുനായകത്വം വഹിക്കുന്ന ഈ സംഘടനയെ വളരെ ശക്തിയും ആർജവത്തോടും കൂടി ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുന്ന റെവറൻഡ് ഡീക്കൻ ജോയ്സ് സാറിന് ഈ വേദിയിലേക്ക് സവിനയം സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ വിശിഷ്ട അതിഥി ക്രിസ്റ്റഫർ ബേസിൽ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ UK-യിലുള്ള ഒട്ടുമുക്കാലും ആളുകൾക്കും വളരെ സുപരിചിതമായ ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മനുഷ്യ മനസ്സുകളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് പ്രചോദനവും അതുപോലെ മനുഷ്യന്റെ കഴിവുകളെ ഉണർത്തി പുതിയ തലത്തിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന മികച്ച പ്രഭാഷകൻ. അതേപോലെ CBS വെഞ്ചർ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത മികച്ച കോർപ്പറേറ്റുകൾക്ക് ബിസിനസ് ആശയങ്ങൾ പകർന്നു നൽകുന്ന ക്രിസ്റ്റഫർ ബേസിലിന്റെ പ്രഭാഷണങ്ങൾ എന്നും വ്യാവസായിക സമൂഹത്തിന് തന്നെ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കോർത്തിരിക്കുന്ന
ജനങ്ങൾക്കും നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് മുന്നിൽ ഒരു നെടുനീളൻ പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ ഞാൻ മുതിരുന്നില്ല. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സവിനയം സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിൻ്റെ WMFന്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബേബി ചെറിയാൻ, ട്രഷറർ ആന്റണി ചേട്ടൻ, അതുപോലെ കലാ സാംസ്കാരിക സമിതിയുടെ കോർഡിനേറ്റർ ജോമോൻ മമ്മൂട്ടിൽ, PRO ജോൺ മുളവൽക്കൽ, മീഡിയ കോർഡിനേറ്റർ ജോർജ് കുട്ടി, അതേപോലെ ട്രഷറർ ആന്റണി ചേട്ടൻ, അതേപോലെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും, ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. ഔപചാരികതകൾ അധികം ഇല്ലാതെ തന്നെ നമ്മളിപ്പോൾ കാത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കുറെ നാൾ കൂടിയിട്ടാണ് ഒരു ഇതുപോലൊരു വെബിനാർ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതെങ്കിലും ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുവന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ ആളുകൾ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ യൂട്യൂബിലേക്ക് നമ്മൾ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് ചെറിയൊരു പ്രോഗ്രാമിന് ചെറിയൊരു തടസ്സമുണ്ട്, അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രോഗ്രാം അനുഗ്രഹദായകമാകട്ടെ, പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വാഗതം പ്രത്യേകമായി ആശംസിച്ച സുജു പറഞ്ഞതുപോലെ ക്രിസ്റ്റഫർ ബേസിൽ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. ഔദ്യോഗികമായി ഈ ഒരു വെബിനാർ വേൾഡ് മലയാളി ഫെഡറേഷൻ UK നാഷണൽ കൗൺസിലിന്റെ പേരിൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രോഗ്രാമിലേക്ക് ഇനി നമ്മൾ കടക്കുകയാണ്. ശ്രീ ക്രിസ്റ്റഫർ ബേസസിനെ നിങ്ങൾ എവരുടെയും അനുവാദത്തോടെ ഈ വെബിനാർ നയിക്കുന്നതിന് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു ഡീക്കൻ. ആദ്യമായി വേൾഡ് മലയാളി ഫെഡറേഷന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും. എനിക്ക് തോന്നുന്നു നമ്മള് ഒരു വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം പ്രിൻസ് സാറ് തുടങ്ങി വെച്ച് അതിൽ നിന്നും ഒരുപാട് രാജ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വളർന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നമുക്ക് ചേർന്ന് ഒരു സെഷൻ നടത്താൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഓപ്പർച്യൂണിറ്റി തന്ന അതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളാം. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്റെ പറ്റുമ തൻ ഭാഷ താൻ എന്ന് പറയുന്ന പോലെ നമ്മള് ഏത് രാജ്യത്താണെങ്കിലും ഏതൊക്കെ ഭാഷയിൽ പ്രാവീണ്യം നേടിയാലും നമ്മുടെ എല്ലാം മലയാളത്തിൽ സംസാരിക്കുകയും അതിനോട് ചേർന്ന് കേൾക്കുകയും ചെയ്യുമ്പോഴാവുന്ന ഒരു സുഖം എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ഈ സെഷൻ കഴിവതും എനിക്ക് തോന്നുന്നു ഒരു മിക്സ് ഓഫ് രണ്ടിന്റെയും ചേർന്ന് നമുക്ക് ഇംഗ്ലീഷും മലയാളവും ചേർന്ന് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഇതിലെന്താ വെച്ചാൽ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ മോട്ടിവേഷണൽ സെഷൻസിനൊക്കെ വിപരീതമായിട്ട് ഒരു ചേഞ്ച് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് അവേ ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് നമ്മൾ ഓരോ സെഷൻസ് ഞങ്ങൾ നടത്താറുള്ളത്. ടീം ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു അതിൽ ഓരോന്നിനും ഈ മൊത്തം സെഷനെ നമ്മൾ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡ്രീം ക്യാച്ചർ എന്ന രീതിയിൽ, സ്വപ്നങ്ങൾക്ക് പുറകെ യാത്ര ചെയ്യുന്ന ഒരു സ്വപ്നസഞ്ചാരി, സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാള് എങ്ങനെ ഫസ്റ്റ് അതിന് പ്രിപ്പറേഷൻ എന്ന രീതിയിലുള്ള ഒരു പാർട്ടാണ് ഫസ്റ്റ് പാർട്ട്. നമ്മളിവിടെ ഫസ്റ്റ് പാർട്ടിൽ ഒരു 10 പോയിന്റും സെക്കൻഡ് പാർട്ടിൽ ഒരു 10 പോയിന്റും 20 പോയിന്റുകൾ, 20 ടേക്ക് അവേസ് ഐ വുഡ് കോൾ ഇറ്റ്. ഓക്കെ, അതിൽ ഓരോന്നും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നു കഴിവതും എന്റെ വാക്കുകൾ മാത്രം നിങ്ങളെ ഒരുപാട് മുഷിപ്പിക്കാതെ അതിനോട് ചേർത്ത് നിർത്തി നമുക്കൊക്കെ പരിചയമായിട്ടുള്ള ചില ആളുകളുടെ ഇന്റർവ്യൂസിൽ നിന്നുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്
നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. 2 പാർട്ട് 20 പോയിന്റ്. ഇത് കഴിഞ്ഞ് ഈ 20 പോയിന്റ് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാ സെഷൻസിലെയും ഫീഡ്ബാക്ക് വെച്ചിട്ട് എനിക്ക് അത് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വൺ നമ്മള് തുടങ്ങുന്നത് ഐ വുഡ് കോൾ ഇറ്റ് ഒരു ലീവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയും നമ്മള്. പലരും നമ്മള് പാസ്റ്റിന്റെ വിക്ടിംസ് ആവാം, പ്രിസണേഴ്സ് ആവാം. പ്രിസണേഴ്സ് ഓഫ് ദ പാസ്റ്റ് എന്നൊരു ടേം ഉണ്ടല്ലോ. അവിടുന്ന് പതുക്കെ നമ്മള് ഫ്യൂച്ചറിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫ്യൂച്ചറിൽ ഒരുപാട് നമ്മൾ ആങ്സൈറ്റി കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് രണ്ടിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ദ പ്രസന്റ്, ഇപ്പോ, ഇന്ന്, ഈ നിമിഷം. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിന്റെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു വളരെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കെല്ലാം പരിചയമുള്ള, എനിക്ക് ഡീക്കണൊക്കെ ഒരുപക്ഷെ നല്ല അറിയാവുന്ന ഒരു ആളായിരിക്കാം, അഞ്ജലി മേനോൻ എന്ന് പറയുന്ന യുവ സംവിധായിക. അഞ്ജലി മേനോന്റെ ഒരു വാക്കുകൾ, ജസ്റ്റ് ഒരു ഇന്റർവ്യൂ എക്സ്പേർട്ട്, നമുക്ക് let us just hear what she has got to say. Okay, let me just take it up. It's in the moment. എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ഹാപ്പിയാണ്. പക്ഷെ ആ മൊമെന്റ് we have to be open to it. അത് കൂടെയിൽ ഒരു ലൈൻ ഉണ്ട്, യാത്ര ചെയ്യുമ്പോൾ നസ്രിയ പറയുന്ന ഒരു ലൈനാണ്, ജെനി ക്യാരക്ടർ. പോയത് പോയി, വരാനുള്ളത് വരും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതിലല്ലേ കാര്യം എന്നത്. അതാണ് ഇറ്റ്സ് ഇൻ ദ മൊമെന്റ്. ഹാപ്പിനെസ് ഇസ് ഇൻ ദാറ്റ് മൊമെന്റ്. നമ്മള് ഏകദേശം ഏറ്റവും കൂടുതൽ ഇവർ പറയുന്ന ഒരു കാര്യം ആ മൊമെന്റിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മള് ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു, നമുക്കൊന്നും ചെയ്യാനില്ല, അതിന് കിട്ടുന്ന ലെസൺസ് എടുക്കുക, അത് വിട്ടേക്കുക. ആ ലെസൺസ് കഴിയുമെങ്കിൽ എഴുതി വെക്കണം എന്ന് പറയും. എപ്പോഴും റൈറ്റിംഗ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ, ഇറ്റ്സ് ഓൺ ഇമ്പാക്ട്. അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങും എഴുതി വെക്കണം, പാസ്റ്റിലെ ലെസൺസും വേണം. ആൻഡ് ദെൻ ലെറ്റ് സ്റ്റാർട്ട് ലിവിങ് ഇൻ ദ മൊമെന്റ്. സെക്കൻഡ് വൺ, ഇതിന് നമ്മളൊക്കെ ഒരു കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ ആണുങ്ങൾ കൂടുതൽ വി ഹാവ് എ പ്രോബ്ലം. നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഇമോഷണൽ ആവാൻ പാടുണ്ടോ എന്നുള്ളത്. ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾ ഇമോഷണൽ ആവാൻ പാടില്ല. പെൺകുട്ടികൾക്കാവാം, സ്ത്രീകൾക്കാവാം എന്ന് പറയാറുണ്ട്. ഈ ഇമോഷൻ എന്ന് പറയുന്നത് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, വെൻ വി ഹോൾഡ് ഓൺ ടു ലോട്ട് ഓഫ് അവർ ഇമോഷൻസ്, വെൻ വി വിത്ത് അത് ഫ്രസ്ട്രേഷൻസ് ആയിട്ട് മാറും. അത് നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മൾ ചേർന്നിരിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. സോ വാട്ട് വി ഓൾവേസ് സേ, ഇറ്റ്സ് ഫൈൻ ടു ബി ഇമോഷണൽ. എനിക്ക് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു വേൾഡ് വൈഡ് എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അറിയാത്ത ബിസിനസ്സുകാരുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എലോൺ മസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു തരംഗമാണ്. അപ്പൊ ഒരു ഇന്റർവ്യൂ, ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂ കണ്ടതാണ് ഈ എലോൺ മസ്കിന്റെ കേസിൽ. ഇറ്റ്സ് ഫൈൻ ടു ബി ഇമോഷണൽ. അദ്ദേഹത്തെ അതിന്റെ ഡ്രീംസിനെ കുറിച്ച് ചോദിച്ചപ്പോ, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഇസ് ബീങ് എഫക്റ്റഡ്. നീൽ ആംസ്ട്രോങ് ഒക്കെ അദ്ദേഹത്തിന്റെ സ്പേസ് പ്രോഗ്രാമിനെ എതിർത്തുകൊണ്ട് 1-2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ വെൻ ഇറ്റ് വാസ് ആസ്ക്ഡ്, ഹി വാസ് ഗെറ്റിംഗ് ഇമോഷണൽ. അപ്പൊ നമ്മുടെ എലോൺ മസ്കിനെ പോലെ ഒരാൾക്ക് നീൽ ആംസ്ട്രോങ് പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഇമോഷണൽ ആവാമെങ്കിൽ നമുക്കൊക്കെ ഇമോഷണൽ ആവാം. ഇറ്റ്സ് ഫൈൻ. സന്തോഷം വന്നാൽ ചിരിക്കുകയും സങ്കടം വന്നാൽ കരയുകയും ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു നേരം കാലമൊക്കെ നോക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അപ്പോഴും ഇറ്റ്സ് ഫൈൻ ടു എക്സ്പ്രസ് വാട്ട് വി ഫീൽ. വി ഷുഡന്റ് ഹോൾഡ് ഇറ്റ് സോ മച്ച് ആൻഡ് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ഇറ്റ്. സോ ഐ ജസ്റ്റ് ഷോ ദാറ്റ് എലോൺ മസ്കിന്റെ ഒരു ഇതും കൂടെ I can show it to you, like what exactly is his point. There are American heroes who don't like this idea. Neil Armstrong, Gene Cernan have both testified against commercial spaceflight in the way that you're developing it, and I wonder what you think of that. I was very sad to see that because those guys are heroes of mine, so it's really tough. I wish they would come and visit and see the hardware that we're doing, and I think that would change their mind. They inspired you to do this, didn't they? Yes. And to see them casting stones in your direction.
difficult. Did you expect them to cheer you on? So they're hoping they would. What are you trying to prove to them? What I'm trying to do is to make a significant difference in spaceflight and help make spaceflight accessible to almost anyone. Yeah, so here what happens is, നമ്മള് ഈ പറഞ്ഞ എലോൺ മസ്കിന്റെ ഒരു he was getting emotional. So ഞാൻ പറഞ്ഞ വെച്ചാൽ ഒന്ന്, let's start living in the moment. Let's start embracing the fact and the present. And then let's start letting our feelings off. We can express ourselves. And from there, we move to the third point. It's like we have to understand that we get back what we give. Karma. It is there. Okay, നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് നമ്മളെങ്ങനെ ചുറ്റും ഉള്ള ആളുകളോട് പെരുമാറുന്നതും കൂടെ അനുസരിച്ചിരിക്കും. ഓക്കെ, ഈ കർമ്മ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വീട്ടുകാരും കൂട്ടുകാർക്കും അപ്പുറം നമ്മൾ നിൽക്കുന്ന ഒരു സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അതിന്റെ ഡെവലപ്മെന്റും കൂടെ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യവുമാണ്. അപ്പൊ ആ ഒരു മൂന്നാമത്തെ പോയിന്റ്, അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അവിടുന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച്. ഫസ്റ്റ് ഈ ചേഞ്ച്, മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. തുടക്കം അവിടെ നിന്നാണ്, നമ്മളിൽ നിന്നാണ്. നമുക്ക് മറ്റുള്ള ആളുകൾ മാറ്റാൻ പറ്റില്ല, മറ്റുള്ള കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല, നമ്മുടെ പോളിസീസോ റൂൾസോ റെഗുലേഷൻസോ ഒന്നും മാറ്റാൻ പറ്റുന്നില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ്, നമുക്ക് ഓരോ കാര്യങ്ങളും എടുക്കുന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യത്തിൽ വരുന്നത് ഷെയറിങ് ഈസ് കെയറിങ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മദർ തെരേസയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വീഡിയോ ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഈ ഷെയറിങ് എന്ന് പറയുന്നത് ശരിക്കും രണ്ട് രീതിയിൽ സന്തോഷം എനിക്ക് രണ്ട് രീതിയിൽ സന്തോഷമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഒന്നെന്ന് വെച്ചാല് ഒരു പാക്കറ്റ് കേക്ക്, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് കേക്ക്, 1 കിലോ കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ മെജോറിറ്റി ഷെയർ ഞാൻ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനത് മാക്സിമം എന്റെ സിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ എന്റെ വൈഫായിട്ടോ ഒക്കെ നമ്മൾ കണക്ക് പറഞ്ഞ് വാങ്ങി നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. രണ്ടാമത്തെ വശം, നമ്മളത് വിട്ടുകൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ ഈ ബസ്സില് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബസ്സിൽ സൈഡ് സീറ്റിന് വാശി പിടിക്കും. പിന്നീട് നമ്മളെക്കാളും ചെറിയ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ സൈഡ് സീറ്റ് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കും. ഒരു കാലത്ത് സൈഡ് സീറ്റിന് വേണ്ടി വാശി പിടിച്ച് സൈഡ് സീറ്റിൽ ഇരുന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. പിന്നെ കാലം നമ്മൾ പതുക്കെ മെച്ചുവേർഡ് ആവുമ്പോൾ സൈഡ് സീറ്റ് വിട്ടുകൊടുത്ത് നമ്മളുടെ കൂടെയുള്ള ജൂനിയർ ആരാണോ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ അവരെ സൈഡ് സീറ്റിൽ ഇരുത്തുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഷെയർ ചെയ്യുന്നതാണ്. ആ ഷെയറിങ്ങിന്റെ പവർ ഇസ് ബിഗ്. So what we need is we have to start sharing things. We have to make others happy. And we have to generate happiness while sharing by seeing the smile on the other's faces. That is what we have to learn. Adile, let me show you something which Mother Teresa idil paranja oru sambhavam. Let me show you for a while. One evening, a gentleman came to our house and said, there is a Hindu family with 8 children. I've not eaten for a long time. Do something for them. And I took rice and I went immediately. And there was this mother, those little ones' faces, shining eyes from sheer hunger. She took the rice from my hands. She divided it into 2 and she went out. When she came back, I asked her, where did you go? What did you do? And one answer she gave me, they are hungry also. She knew that the next door neighbor, a Muslim family, was hungry. What surprised me most, not that she gave the rice, but what surprised me most, that in her suffering, in her hunger, she knew that somebody else was hungry. Yes, so here what happens is,
എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ പെരുന്നാളിന്റെ ഒക്കെ സമയമാണ്, നമ്മള് എന്താ പറയാ റമദാന്റെ ഒരു നാളുകളാണ്. നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ള തൊട്ട് ചേർന്നുള്ള ആളുകള്, നമ്മളുടെ അതിനെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയ 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 സംഭവങ്ങളായിരിക്കാം നമുക്ക് ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റണം, ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ജെനുവിൻ ആയിട്ട് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് വളരേണ്ടതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു സങ്കടം വന്നൊരു കാര്യമില്ല. നമ്മൾ വി ഹാവ് ടു ബി ഹാപ്പി അബൌട്ട് ഷെയറിങ്. വി ഷുഡ് ഫീൽ ലൈക്ക് ഷെയറിങ് മോർ ആൻഡ് മോർ. ആ കൺസെപ്റ്റിലേക്ക് നമുക്ക് പതുക്കെ വളരണം എന്നുള്ളതാണ് ഒരു യുനോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിട്ടുകൊടുക്കാൻ നമ്മളും തയ്യാറായിരിക്കണം. We cannot be selfish. If we are taking the resources from the society to fight for our dreams, then we have a reasonable responsibility to give back to the society. കൊടുക്കാൻ മനസ്സുണ്ടായിട്ടേ അവിടെ നിന്ന് എടുക്കാനും പറ്റുള്ളൂ നമുക്ക് അതിനകത്ത്. അപ്പൊ നമ്മളൊരു ഡ്രീമിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരുക്കങ്ങൾ, ഈ ഫസ്റ്റ് പാർട്ട് ഡീൽ ചെയ്യുന്ന മുഴുവൻ അങ്ങനെയാണ്. പ്രിപ്പറേഷൻസ്, to be a dream catcher, to start something new, to start something big, we have got to do something. And this starts from here, And then, yes, ഇത് കഴിഞ്ഞപ്പോൾ അടുത്തത് വേണ്ടത് ഒരു ഡിസിപ്ലിൻ പ്ലാനിങ്. നമ്മൾ ഈ സാധാരണ മോട്ടിവേഷൻ സെഷനിൽ എല്ലാത്തിലും പറയുന്ന സംഭവമാണ് സ്റ്റാർട്ടിങ് ഫ്രം പങ്ക്ച്വാലിറ്റി ടു ദിസ് ആൻഡ് ദാറ്റ്, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന എല്ലാ വാല്യൂസും കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ വാക്ക് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്, ഡിസിപ്ലിൻഡ് വേ ഓഫ് പ്ലാനിങ് തിങ്സ്. ഇതിനകത്ത് നമ്മള് നല്ലത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമ്മളതിനകത്ത് നമ്മൾ മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെ, നമ്മൾ ഉസ്താദ്മാർ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് അതിനകത്ത് സദ്ഗുരു പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, ഗൗർ ഗോപാൽദാസ് സ്വാമിമാര് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് നമ്മൾക്ക് ചുറ്റും Basil, I think your voice is gone mute. Yeah, is it am I audible now? Clear or not? Yeah, thank you. Yes, thank you. Okay, right, great. Yeah. So I think what we need is like, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാത്തിലും പോസിറ്റീവ് മാത്രം എടുക്കുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളിലെയും നല്ലത് എടുക്കാം. എനിക്ക് തോന്നുന്നു ഡീക്കന്റെ ഏറ്റവും ഞാൻ ഡീക്കനായിട്ട് ഒരു ഡിസ്കഷനിൽ ഞാൻ ചോദിച്ചു ഡീക്കന്റെ അടുത്ത്, നമ്മുടെ ഡീക്കന്റെ ചാനലില് നമ്മള് കുർബാന മാത്രമാണോ, പള്ളിയിൽ കുർബാന മാത്രമാണോ, അതോ നമ്മൾ ഏത് മതത്തിലെയും നമുക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് അതിന്റെ ഒരു ഡീക്കൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത്, നമുക്ക് ഇന്ന മതം എന്നുള്ളൊരു ഇതില്ല, എല്ലാ മതത്തിലും നല്ലതുണ്ട്. നമുക്കതില് എന്തെല്ലാം രീതിയിൽ മനുഷ്യന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുമോ, അത് ഏത് മതത്തിൽ ചെയ്താലും നമുക്കതെല്ലാം ഒരുപോലെ തന്നെ ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, നല്ലത് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സ്റ്റാൻഡ് അദ്ദേഹം എടുക്കണ്ടേ. അപ്പോ ബീങ് എ പ്രീസ്റ്റ്, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ നിന്ന് മാറി, അത് വ്യക്തിപരമായ കാര്യമാണെന്നുള്ളത്. ബാക്കി നമ്മളെല്ലാം അത് ചെയ്യുന്നതൊക്കെ നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ പ്രൊഫഷനായിട്ട് നമ്മൾ അല്ലെങ്കിൽ എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ്, അതാണ് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഈ ഡിസിപ്ലിൻഡ് പ്ലാനിങ് വരുന്നതെല്ലാം നമ്മൾ ഹൗ വി കൺസീവ് തിങ്സ്, ഹൗ വി ആർ ടേക്കിംഗ് ഇൻ ടു മൈൻഡ്, ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് പ്ലാനിങ്. ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എനി ബിസിനസ് ഓർ എനിത്തിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ലൈഫ്, ഓക്കെ, ഭയങ്കര സംഭവം ഒരുപാട് അവേഴ്സ് ഒന്നും വേണ്ട. ഒരു മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും വിനിയോഗിക്കാൻ പറ്റിയാൽ, ഡിവോട്ട് ചെയ്യാൻ പറ്റിയാൽ ഒരു കാര്യം, ഒരു ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ, ഒരു ജിമ്മിൽ പോകുന്നതായിക്കോട്ടെ, സ്വിമ്മിംഗ് പൂളിൽ എവരിഡേ സ്വിമ്മിങ് വേണ്ട, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഒരു ചാനൽ തുടങ്ങുന്ന കാര്യമായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും 1 hour, ദ പവർ ഓഫ് 1 hour is high. പക്ഷെ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് ആ 1 hour ഡിവോട്ട് ചെയ്യാം. 100% put your heart and soul into it. You're gonna get the results, so this is important. And then comes, ലൈഫിൽ എപ്പോഴും നമുക്ക് വേണ്ട ഒരു ഇൻടോക്സിക്കേഷൻ എന്ന് ഞാൻ വിളിക്കുന്ന എപ്പോഴും ഒരു നല്ല സുഹൃത്തിനെയാണ്. ഒരു സുഹൃത്തെങ്കിലും വേണം എന്നുള്ളതാണ് മിനിമം. ഓക്കെ, അതൊരു പറ്റുന്ന സുഹൃത്തുക്കളെ നമുക്ക് ഒരു കാലയളവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഈ സൗഹൃദം 2 തരത്തിലുണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഹായ് ബൈ പറഞ്ഞു പോകുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക്
ആവശ്യങ്ങൾ വരുമ്പോൾ വിളിക്കുന്നതിനൊക്കെ അപ്പുറം നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ ലെവലിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ശരിക്കും അതൊക്കെ ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു കോൺടാക്ട് ലിസ്റ്റ് 2000-3000 കോൺടാക്റ്റുകളൊക്കെ ഈസി ആയിട്ട് നമ്മൾ എല്ലാവരും കോൺടാക്റ്റിൽ ഉണ്ടാവും. പല രാജ്യങ്ങളിലുള്ള കോൺടാക്റ്റുകൾ ഉണ്ടാവും അല്ലെ, പല 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 സെക്ടറിലുള്ള പല പൊസിഷനിലുള്ള ആളുകളുടെ കോൺടാക്ട്സ് നമുക്ക് എല്ലാവർക്കും, എവറിബഡി ഹാസ് ഗോട്ട് കോൺടാക്ട്സ്. യെസ്, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഷുവർ. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ കോൺടാക്റ്റുകളും ഈ പറയുന്ന എല്ലാ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മളെന്ന വ്യക്തി ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊരു പ്രശ്നം വന്ന, ഒരു വിഷമം വന്നാൽ നമുക്ക് വിളിച്ചാൽ കാണാൻ പറ്റുന്ന, ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന എത്ര സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ എത്ര പേർക്ക് ഓക്കെ ഇന്നയാളെ എന്നെ വിളിച്ചാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ്സ് എ മ്യൂച്വൽ തിങ്, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇതില് ഐ ജസ്റ്റ് ഒരു സിമ്പിൾ, എനിക്ക് ഭയങ്കര ഈ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും UA എക്സ്ചേഞ്ചിന്റെ ഒരു അഡ്വർടൈസ്മെന്റ്, ഇറ്റ് വാസ് സംതിങ് വിച്ച് യുനോ എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് UA എക്സ്ചേഞ്ചിന്റെ. Let me just play it for you. അപ്പൊ നിക്കാഹ് ഭാര്യയെ ഉറപ്പിച്ചു, ഹോൾ ബുക്ക് ചെയ്തോ? ആ കോളേജ് മുഴുവൻ അടച്ചു കൊടുത്തോടി, എനിക്ക് ആകെ ഉള്ളൊരു പെങ്ങളല്ലേ നീ, ധൂംധാമാക്കണം നമുക്ക്. മൈലാഞ്ചിയുടെ പുറത്ത് കേറ്ററിംഗ് കാര്യമൊന്നും പറയണ്ട, നമുക്ക് വീട്ടുകാർക്കെല്ലാം കൂടെ ചേർന്ന് കുക്ക് ചെയ്യാം. ഓ അത് വേണോടാ, നിനക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? അയ്യേ മൂക്കുത്തിയോ, വേറെ നല്ല എന്തെങ്കിലും. പിന്നല്ലേ മമ്മസ്മാനിക്കാർക്കും സത്താരിയിടും 15-ാം തീയതി എത്താൻ പറയണേ. ഒരു മൂക്കുത്തി. അവളുടെ ഈ കാക്ക നീ മാത്രമല്ല. യെസ്, എനിക്ക് തോന്നുന്നു ആഡ്സിൽ ഒരുപാട് ആഡ്സ് ഉണ്ടെങ്കിലും കല്യാണിന്റെ UA എക്സ്ചേഞ്ചിന്റെ ആഡുകൾ, അപ്പോ അത് ചിലത് നമ്മള് കുറച്ചും കൂടെ ക്യാച്ചി ആയിട്ട് അവർ അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വാല്യൂസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ചില ആഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് നമ്മള് ഒരു സൗഹൃദങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ലൈക്ക് ഓക്കെ, സോ എവറിബഡി ഷുഡ് ഹാവ് സം ലൈഫ് ലൈൻ ആൻഡ് യു ഷുഡ് നോ റിയലി ഹു ഈസ് യുവർ ലൈഫ് ലൈൻ എന്നുള്ളത്. ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. വെദർ യു നോ ദാറ്റ് ഹു ഈസ് യുവർ ലൈഫ് ലൈൻ എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഈ ചെറുതാ ക്ലാസ്സുകൾ ടീച്ചർമാർ ചോദിക്കുമ്പോൾ ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ പറയും ഇന്ന ആളുടെ പേരാണ് പറയുന്നതായിരിക്കും. ഓക്കെ, ജോസഫ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ജോസഫിനോട് ചോദിക്കുമ്പോൾ ജോസഫ് പറയും ഇല്ല വില്യമാണ് വേറൊരാളാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് വെരി ഷുവർ വെദർ ദാറ്റ് റിലേഷൻ ഹാസ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്നവർ നമ്മൾ അവരുടെ സൗഹൃദ വലയത്തിലുണ്ടോ അല്ലെങ്കിൽ ആ ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഹാസ് ടു ബി മ്യൂച്വൽ. പിന്നെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ലഹരിയൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അടുത്തത് നമ്മള് ഒരു മേജർ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നാണ് സീസറിനുള്ളത് സീസറിനും കർത്താവിനുള്ളത് കർത്താവിനും. റെൻഡ് ടു സീസർ വാട്ട് സീസേഴ്സ് ആൻഡ് ടു ഗോഡ് വാട്ട്സ് ഗോഡ്സ്. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളുടെ സമയമാണ് ഇവിടെ. എന്താണ് റിസോഴ്സ് എന്ന് വെച്ചാല് ഞാൻ പറയുന്നത് സമയമാണ്. ഈ സമയം നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് അമ്മ ഡെയിലി വിളിക്കാറുണ്ട്, അമ്മച്ചി ഡെയിലി വിളിക്കാറുണ്ട്. ഇത് കാര്യമൊന്നുമില്ല, അമ്മച്ചേനെ വിളിക്കും എല്ലാ ദിവസവും, വെറുതെ ഇരിക്കുകയല്ലേ. എന്റെ അടുത്ത് ഒരു 3-4 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ലൈക്ക് എന്റെ ഫാദർ വാട്ട് ഹി സെഡ് ഇസ് ലൈക്ക്, ഞാൻ അമ്മ വിളിച്ച ഫോൺ മീറ്റിങ്ങുകളിലാണെങ്കിൽ ഫോൺ എടുക്കാറില്ല. സോ വാട്ട് ഹി ടോൾഡ് ഇസ് ഒറ്റ കാര്യം, നീ എത്ര വലിയ മീറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ,
വീട്ടിൽ നിന്ന് അമ്മയ്ക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് മകനെയായിരിക്കും. നീ ആ കോള് നിനക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നാളെ ഒരു ദിവസം പിന്നെ നീ ബുദ്ധിമുട്ടിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നൊരു പോയിന്റ്. ഞാൻ ചിന്തിക്കാത്തൊരു പെർസ്പെക്റ്റീവ് ആയിരുന്നു അത്. ഒരു എമർജൻസി ആണെങ്കിലോ, ഒന്ന് തെന്നി വീണിട്ട് കിടന്നിട്ട് വിളിക്കുന്നതാണെങ്കിലോ, ഒരു എമർജൻസിക്ക് വിളിക്കുന്നതാണെങ്കിലോ എന്ന് തോന്നാറുണ്ട്. ഞാൻ അതേ പിന്നെ എനിക്ക് തോന്നുന്നു 99% കേസുകളിലും അമ്മയുടെ കോളുകൾ ഞാൻ ആദ്യം എത്ര മീറ്റിംഗ് ആണെങ്കിലും ഞാൻ പതുക്കെ ഒന്ന് എടുത്തിട്ട് അമ്മ ഇതിൽ അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര പേര് അമ്മയെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കാനായിട്ട് താല്പര്യം, കുറച്ച് കഴിയുമ്പോൾ ആ കോൾ അങ്ങ് നിൽക്കും. പിന്നെ നമ്മൾ ആലോചിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ആ കോള് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൂ. കാരണം ഞാനത് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡെയിലി വിളിക്കും, അപ്പൊ അവരായിട്ടൊക്കെ സംസാരിക്കും. ഡെയിലി എന്നാ പറയാനല്ലേ, ആ കോളിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ദിവസം അത് വിഷമമുള്ളതായിരിക്കും. അതുകൊണ്ട് അമ്മച്ചിക്കും അപ്പച്ചനും കൊടുക്കാനുള്ള സമയം അവരൊന്ന് ഒരു ദിവസം ഒരു 5 മിനിറ്റ് വിളിക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഇനിയിപ്പോ അത് എത്ര വലിയ തിരക്ക് എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ഒരു എക്സ്ക്യൂസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് നമുക്ക് കൺസിഡർ ചെയ്യപ്പെടേണ്ട ചില ആളുകൾ. നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മളുടെ മകൻ, മകൾ. നമ്മളുടെ എത്ര പേർക്ക് ഉറച്ചു പറയാൻ പറ്റും എന്റെ മകനോ മകൾക്കോ ഒരു പ്രശ്നം വന്നാൽ എന്റെ അടുത്ത് വരാൻ അവർ റെഡിയാണ്, അവർ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. 20 വയസ്സ് വരെ എന്റെ അപ്പൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പോകുന്നത് എനിക്ക് പേടിയായിരുന്നു. 20 വയസ്സ് എടുത്തു, കാരണം he started opening up only then. He was very strict person. So I was like, it took me long years to understand that okay, ഇത് ഈ പുറത്ത് കാണിക്കുന്ന ഒരു ഗൗരവമൊക്കെ ഉള്ളൂ, ആള് ശുദ്ധനാണ് എന്ന് കൺവിൻസ്ഡ് ആവാനായിട്ട്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്ന ഒരിക്കലും എന്റെ അപ്പന്റെ മുഖം എന്റെ മനസ്സിൽ തെളിയില്ല. പേടിയാണ്, ഭയം. നമ്മൾ മക്കളെ പേടിപ്പിച്ച് നിർത്തുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊരു പ്രശ്നം വന്നാൽ നമ്മളുടെ അടുത്ത് പറയാതെ അവരുടെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ തെറ്റായ ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു സോഴ്സിലേക്ക് പോകുന്നതിനേക്കാളൊക്കെ ഒരുപാട് നല്ലതാണ് തിരിച്ച് നമ്മളുടെ അടുത്ത് വരണം എന്നുള്ളത്. നിങ്ങൾ എത്ര പേര് മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് നാളെ ഒരു പ്രശ്നം വന്നാലും നീ എന്റെ മകനാണ്, മകളാണ്, ഐ വിൽ ബി ദേർ ഫോർ യു, യു ഷുഡ് കം ടു മീ ഫസ്റ്റ്, ടോക്ക് ടു മീ, ഞാൻ വഴക്ക് പറയില്ല, ഞാൻ നിന്നെ ആദ്യം വിഷമിപ്പിക്കില്ല എന്നൊരു അഷ്വറൻസ് നമ്മൾ എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അസ്യൂം ചെയ്യും, അത് അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. വി ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. പല കാര്യങ്ങള് നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇതൊക്കെ പോട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു നമ്മൾ ആലോചിക്കും, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എടുക്കാൻ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനൊക്കെ അപ്പുറം നമ്മൾ സ്നേഹത്തോടെ അംഗീകരിക്കാറുണ്ട്. അവരുടെ എഫേർട്സിനെ അംഗീകരിച്ചുകൊണ്ട് നല്ല 2 വാക്ക് പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ സിനിമയെ കാണുന്നതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പക്ഷെ ആ 2-3 വാക്കുകൾ അവർക്ക് ഉണ്ടാക്കുന്ന മാറ്റം, അവരുടെ എഫേർട്സിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന അവർക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്, ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. പിന്നെ നമ്മൾ പറയാതെ 10 ഇരട്ടി കാര്യങ്ങൾ അവർ ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കുള്ള ടെൻഷൻ അവർ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവരെടുക്കും. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന 2 വാക്കുകളുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം, ആ റെക്കഗ്നിഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ മക്കളുടെ കേസിൽ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വൈഫ് എനിക്ക് 2 വർഷം 3 വർഷം ആവുന്നേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. സോ കുഞ്ഞുങ്ങളാവുന്നേ ഉള്ളൂ. സോ അതൊക്കെ സമയമെടുത്ത് മതി കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു പോയിന്റ്. ഞാൻ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട്, ഞാൻ വൈഫായിട്ട് സംസാരിക്കാൻ പറയാറുണ്ട്, എനിക്ക് എന്റെ മക്കളെ സ്കൂളിൽ വിടുന്ന ആഗ്രഹമില്ല, ഓപ്പൺ സ്കൂളിംഗ് ആണ് എനിക്ക് താല്പര്യം. വൈ ഐ വുഡ് സേ ഇസ് ലൈക്ക്, ഈ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളോട് പോയി ചോദിച്ചു നോക്കിയാൽ അവർക്ക് അന്നത്തെ ടെൻഷൻ ഉണ്ട്, അന്നത്തെ ടെസ്റ്റ് പേപ്പർ, അന്നത്തെ ഹോംവർക്ക്, അന്നത്തെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് ഇത് കഴിഞ്ഞ് +2 ഇപ്പൊ 10th കഴിഞ്ഞ് +1 +2 എത്തി ട്രിഗണോമെട്രി നമ്മൾ ലൈഫിൽ പിന്നീട് ഒരു കാലത്തും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ടാൻ തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞല്ലോ, ട്രിഗണോമെട്രി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു ലൈഫിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം. നമ്മളുടെയൊക്കെ ട്രാഫിക് സിഗ്നൽസ് പ്രോപ്പർ ആയിട്ട്, ഡ്രൈവിംഗ് ലെസൺസ് പ്രോപ്പർ ആയിട്ട്, നമുക്ക് വേണ്ട ഒരു മണി മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരു മാർക്കറ്റിൽ ഒരു പ്രശ്നം വന്നു നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, എവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കുന്നു നമ്മളെയൊക്കെ. നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കേണ്ട കുറെ സ്കിൽസ് ഉണ്ട്, സ്കിൽ സെറ്റ്.
നമ്മൾ ഈ 10th വരെ, ഈ 18 വയസ്സ് വരെ അവർ സ്റ്റാർട്ട് ഒരു റേസ് ആണ്. 4 LKG തൊട്ട് നമ്മൾ LP സ്കൂൾ തൊട്ട് തുടങ്ങുന്ന ഒരു റേസിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന പോലെ വെക്കേഷനോ ചില ദിവസങ്ങൾ കിട്ടി. ഒരു 5-10 വർഷം നിങ്ങളൊന്ന് ബാക്ക് ഒന്ന് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ എത്ര ദിവസമുണ്ട് ഒന്ന് മനസ്സിൽ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എത്ര ദിവസങ്ങളുണ്ട് കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളായിട്ടുള്ള എത്ര നല്ല ഓർമ്മകൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. So what I would say is like, I mean, I have thought about it in such a way that open schooling മതി എന്റെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് അവരോട് ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു 15-16 വയസ്സ് കഴിഞ്ഞ് അവർ ഒറ്റയ്ക്ക് അവർ തന്നെ അവരുടേതായ ലോകത്തേക്ക് പറക്കുന്നതിന് മുമ്പായിട്ടുള്ളൊരു സമയം I want to spend with them. അതാണ് എന്റെ കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റുപാടുകൾ വ്യത്യാസം ഉണ്ടാവും, കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, ഏത് കാഴ്ചപ്പാട്, ഏത് മെത്തഡോളജി ആണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട സമയം, അവർക്ക് കൊടുക്കേണ്ട അഷ്വറൻസ്, അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട്, അത് വെർബലി പറഞ്ഞു തന്നെ ഇരിക്കണം. വി ഹാവ് ടു ലെറ്റ് ദം നോ ദാറ്റ് വി ഡു കെയർ ഫോർ ദം. അത് ഡോണ്ട് അസ്യൂം അവർക്ക് മനസ്സിലായിക്കോളും എന്ന് വിചാരിക്കരുത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഓൾവേസ് സേ. നമ്മളുടെ ബിസിനസ്സിലും ബാക്കിയുള്ള ഒഫീഷ്യൽ മാറ്റേഴ്സിനും കൊടുക്കാനുള്ളത് അവിടെ വേണം. തിരിച്ച് നമുക്ക് ചുറ്റും നമ്മളുടെ കൂടെ ഏത് പ്രശ്നത്തിലും കൂടെ നിൽക്കുന്ന നമ്മളുടെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മകനും മകൾക്കും കൊടുക്കാനുള്ള ഒരു സമയവും നമ്മൾ കണ്ടെത്തണം. സീസറിനുള്ളത് സീസറിനും, കർത്താവിനുള്ളത് കർത്താവും. നെക്സ്റ്റ് വൺ ഇസ് നെക്സ്റ്റ് പോയിന്റ്, 8th point is gaining expert knowledge in the domain. ഈ ഡൊമൈൻ നോളജ് എന്ന് പറയുന്ന സംഭവം, ഡൊമൈൻ നോളജ് ഇതല്ല ആണ്. ഈ ഡൊമൈൻ നോളജ് എന്ന് പറയുമ്പോൾ എത്രമാത്രം കോൺഫിഡൻസിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ്? ഓക്കെ, നമുക്ക് ഏത് കാര്യവും നമ്മൾ പറയും. ഈ എന്റെ ഗ്രാൻഡ് ഫാദർ പുള്ളി റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിരുന്നു. പുള്ളി മരിച്ചുപോയി. അപ്പൊ അപ്പച്ചൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എപ്പോഴും, ചെറുപ്പം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു സംഭവം, വി മസ്റ്റ് നോ സംതിങ് അബൌട്ട് എവറിഥിങ് ആൻഡ് എവറിഥിങ് അബൌട്ട് സംതിങ്. അത് എല്ലാത്തിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയണം. പക്ഷെ എന്തിനെ കുറിച്ചെങ്കിലും ഒരു ടോപ്പിക്, നമ്മൾ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സംഭവത്തെ കുറിച്ച് എല്ലാം അറിയാനും ശ്രമിക്കണം. സോ വി മസ്റ്റ് നോ സംതിങ് അബൌട്ട് എവറിഥിങ് ആൻഡ് എവറിഥിങ് അബൌട്ട് സംതിങ്. ആ എല്ലാം അറിയാൻ ശ്രമിക്കുന്ന, എക്സ്പെർട്ടൈസ്ഡ് ആവുന്ന ഏരിയയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അത് പാഷൻ വൈസ് ആവാം, പ്രൊഫഷൻ വൈസ് ആവാം. ഇപ്പൊ എനിക്ക് നമ്മളുടെ എന്റെ ഒരു പ്രൊഫൈൽ എവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാം മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് സ്ട്രാറ്റജി കൺസൾട്ടന്റ് എന്ന 2 ഭാഗം A and B വെക്കാറുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്നത് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു ഭാഗ്യമാണ്. അതൊരു എന്താ പറയാ, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം. അത് എന്റെ പാഷനാണ്. The other one, the strategy consulting, is something called, the profession which I have studied and which I have learned. So there are 2 parts to it. So നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു കുറച്ചൊരു കോമിക് വേയിലെങ്കിലും, let me just show you a video, okay, which actually shows about the knowledge part, how much efforts you're putting in. எந்த வேலையும் செய்யாம, தகுதியான படிப்பும் இல்லாம, உங்க அப்பா பணக்காரங்கிற ஒரே காரணத்தினால நோகாம நேரா முதலாளி சீட்ல உட்கார்ந்த உனக்கே இவ்வளவு திமிர் இருக்கே. அப்பா அம்மா கஷ்டப்பட்டு ஸ்கூலுக்கு டொனேஷன் கட்டி எல்கேஜில இருந்து 10வது வரைக்கும் ஃபெயில் ஆகாம படிச்சு 10வதுல ஈஸியான குரூப் எல்லாம் விட்டுட்டு இந்த குரூப் எடுத்தாதான் இன்ஜினியர் ஆக முடியும்னு கஷ்டமான குரூப்பா எடுத்து பிசிக்ஸ்க்கு ஒரு டியூஷன், கெமிஸ்ட்ரிக்கு ஒரு டியூஷன், மேக்ஸுக்கு ஒரு டியூஷன், ரோடா அலைஞ்சு அதுக்கு ஃபீஸ் கட்ட பெத்தவங்களை வேற ரோடா அலைய விட்டு பப்ளிக் எக்ஸாம்ல பாஸ் ஆகிறதுக்கு நைட் எல்லாம் கிளாஸ்ல டீ வச்சு படிச்சு, காலையில அலாரம் வச்சு எந்திரிச்சு படிச்சு, அதுல வாங்குற மார்க் எல்லாம் பத்தாம டிஎன்பிசி எக்ஸாம் வேற தனியா ஒரு 2 மாசம் உட்காந்து படிச்சு, அதுல வாங்குற கட் ஆஃப் மார்க் யூஸ்லெஸ்ஸா போய் அம்மா நகைய அடமானம் வச்சு காலேஜ்ல சீட் வாங்கி ஃபர்ஸ்ட் இயர்ல இருந்து 4th இயர் வரைக்கும் வச்ச அரியர் எல்லாம் 4th இயர்ல மொத்தமா கிளியர் பண்ணி இந்த சொசைட்டிக்குள்ள நுழைஞ்சா, இந்த சொசைட்டி என்ன வேலை இல்லைன்னு செருப்பால அடிச்சு ரோடா வேலை தேடி அலைஞ்சு 3 வருஷம் 4 வருஷம் வீட்டுல தண்டமா உக்காந்து, அப்பா என்ன தண்டச்சோறு திட்டி சாப்பிடுற ஒவ்வொரு வாய் சாப்பாடு தொண்டையில சிக்கி வலிச்சு இறங்கி, எவனோ ஒரு புண்ணியவான் கடைசியில ஒரு நல்ல மனுஷன் எனக்கு வேலை கொடுத்து அதையும் பிடிக்க நினைக்கிற உன்ன மாதிரி ஒரு புறம்போக்கெல்லாம் சமாளிச்சு இன்னைக்கு உன் முன்னாடி நின்று பேசிட்டு இருக்கிற வேலை இல்ல பட்டதாரி எனக்கு எவ்வளவு திமிரா இருக்கும். എനിക്ക് തോന്നുന്നു നമ്മള് ഒരു സ്റ്റുഡൻസിന്റെ ഒരു വർഷങ്ങളോളം എടുക്കുന്ന ഒരു സ്റ്റുഡൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു പഠനത്തിന്റെ കാലയളവിൽ അവരനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ അതിനകത്ത് ഈ ഫ്രസ്ട്രേഷൻ അപ്പുറം നമ്മൾ അതിനകത്ത് വി ഹാവ് ടു സീ ലൈക്ക് എത്രമാത്രം എഫേർട്ട് ആണ്
അവരെടുക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം. വി ഹാവ് ടു സപ്പോർട്ട് ദം, വി ഹാവ് ടു ഗിവ് ദം ഓൾ സോർട്സ് ഓഫ് possible resources so that they can earn and they can learn maximum, and in future they can earn from their learnings as well. So it's always, we have to understand that knowledge is power. So whichever business we start or business, whichever venture we are into, we have to make sure that we should be well studied about it. The knowledge is the power. We have to understand it. We have to maximum, how much extent possible we have to give the research. We have to do that. So that's what we are supposed to do, in gaining the knowledge. And then comes this wonderful point, happiness. What is happiness, or from where this happiness comes in? It shows very simple. Happiness is within ourselves. All the people around can help us to be happy. They can try to make us happy. But ultimately, what is happiness? Happiness is a feeling that we tell our mind, or we give an order to our mind, okay, come on, let's be happy. How much of problems we have? See, have you ever met somebody without a problem? Every single person, you and me, will have hundreds of problems in our lives. But then, yes, it is our decision to keep happy. So happiness is a choice that we are supposed to make, so that we stay healthy, so that the people around us stay positive, and we can support them to the maximum extent possible. All of us can try, but then, yes, it's our own decision to be happy. And the last point of this first part is love yourself. Everybody, based irrespective of the caste, creed, religion, color, race, nothing really matters. After all, we all are human beings. We are human beings. And I feel really sad when there are lot of confusions happening around the world, when you get to hate yourself based on the namalkolla plus and minus we start hating ourselves for no reason. There's absolutely no, come on, we can try to make ourselves better. Yes, we can do that. We can groom ourselves. We can make ourselves better. Yes. At the same time, at the end of the day, we got to accept what we are. We got to decide that, okay, we're going to love ourselves, and, make sure that we are confident in what we are. Because namalku self-confidence illengil, if we don't believe in ourselves, if we don't believe in our skill set, then let me tell you, nobody is going to believe you. Nobody in this world is going to believe you if you don't believe in yourself. The first thing is believe in all the skills you've got. Believe in all the strength you've got. Believe in everything you've got. And try to make it better. Try to polish your skills. Try to make it better. That's the best thing you can do for yourself. This is the first part of the session. And then let's take a 2 minutes break and get into the second part. Thank you. Hello. ജോയ് സാറെ, ബ്രേക്കിന്റെ ടൈമിന് എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ചേഞ്ച് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും സെഷനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ബ്രേക്ക് എന്നല്ലേ പറഞ്ഞത്? 2 minutes. Yeah, 2 minutes. Yeah, 2 minutes break. Let's take a 2 minutes break. Yeah, and we'll resume. Yeah. നമ്മൾ 2 minutes ബ്രേക്കിനിടയ്ക്ക് ഇപ്പോൾ ഒരു
നമ്മുടെ പ്രോഗ്രാം ലൈവിലാണ്, സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് സെഷൻ എനിക്ക് ഒരു ഹാഫ് ആൻ അവർ കൂടെ ഉണ്ട്. മോർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും നെക്സ്റ്റ്. ഐ ഹോപ്പ് യു ആർ എൻജോയിങ്. Yes, I think let's resume. Study hard, work hard, play hard. Remember, study hard, work hard, play hard. Remember, however many times you go wrong, no matter how many times you fail, despair, feel like this world is against you, at the end, everything's gonna be okay. But most importantly, my friends, love yourself. So it's basically, the whole game is whether we love ourselves and we get the best part out of it. We are how we are considering ourselves and how we are considering the people around us. So both are important. We have to love ourselves and we have to make sure that the people around us are also happy about it. Okay. Yes. With that, let's get into the next part of it. Okay. Now it comes to the dream catcher mindset. നമ്മൾ പറഞ്ഞ ഒരു quick recap എന്ന് പറഞ്ഞ പോലെ, like the first part, okay, like 10 points I've told. First one, live in the moment, neither the past nor the future, the present, the moment. Then I've told that it's fine to be emotional. Don't hold back your feelings and then generate the frustrations out of it. No, express what you feel. Love has to be expressed. The people you love should know that you really love them, that you do really care for them. Then yes, you get what you give. You want something to the society, yes, then let's start giving back to the society first. Let's start helping out the society, and then yes, the society will give it back. It's karma. And then yes, when we give, we are sharing, we are caring, and we will definitely grow through that. Yes, but at the same time, discipline is something which is very important. With discipline, with planning, we can make things better. But at the same time, along with the discipline, something which is essential in life is a lifeline, a good friend whom you can trust, a trustworthy friend, an honest friend, a brutally honest one who tells on your face that, okay, brother, this is what you're going to do. If this is the problem which you have, correct it. Try to, make it better. We need a friend like that. And then, yes, we need to give our time to the people around us, not just for the business, not just for the money-making process, not just for the vision, the people. Because ultimately, without the people, we are nothing. We need the people around us to be happy. And then it comes around gaining the maximum knowledge, maximum expertise with extensive research on the topic which we, really gonna execute our dreams into. The research, study the market, study the entire history on that particular segment, learn where others have failed, learn how others have succeeded. Both you need to know, and then slowly you'll be able to get it out. Okay. And then we have to understand, like, all said and done, the happiness, what you seek, is not outside. It's not the flight tickets you buy. It's not the tourist areas which you buy. It's not the bank balance you have. It's the feeling which you gonna choose yourself, that which is there deep down inside your heart, you know it. You are gonna decide yourself whether to be happy or not. This is important. And the last one in the first segment is love yourself. Love yourself, no matter what. No matter what your color tone is, no matter what your race, religion, no matter nothing, love yourself. Okay? And then, yes, from there, after having this base, we are gonna go to the next level, wherein how the entrepreneurs, the dreamers start catching the dreams. For this, I should, the first step, which I would say is
he who would climb the ladder must begin at the bottom. നമ്മൾ ഒരു സംഭവം തുടങ്ങുമ്പോൾ we should start at the rock bottom. And the foundation will take time. You will fail. See, suppose, no, I'm actually in the process of writing a book, okay, to publish. Our book in the pere is 101 ways of how not to start a startup. ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങരുതെന്ന് പഠിപ്പിക്കുന്ന 101 വഴിയുണ്ട്. I don't teach how to start. You know how to start the game. People know how to start, it's fine. But I tell them it's fine that you know how to start at the same time. Don't make these mistakes. I can point out 101 mistakes which I did when I started different companies in India, which I did different services. I know how all the mistakes in the world which I've made. So my book name is like 101 ways of how not to start a startup. So there will be mistakes, but then yes, we have to dream, we have to have a vision, we have to work towards it. Let me just show you exactly how, you know, the oil has actually started earlier and how he is the youngest billionaire in the world. Oyo, the founder, Indian, you know, he is the youngest billionaire in the world. Okay, let me just show you around the quick story so that you'll get an idea. The guy you see next to me is the world's youngest billionaire, and he's not even 30. Hi, I'm Ritesh Agarwal. I'm 26 years old. And this guy doesn't come from New York, doesn't come from California, doesn't come from Sweden. He comes from here, Rayagada, India, a city where most people make no more than $10 a day. For the first time ever, I want to share with you the incredible success story of the world's youngest billionaire. Ritesh grew up poor, and for 18 years, he struggled. He didn't go to university, and he had no career. At that point of time, I felt this was the toughest period I was ever going to endure in my life. At some point, he was kicked out of his apartment with 50 cents in his bank account. So how the hell do you become a billionaire? Money is not what I ever cared about. It is always about solving real problems for me. And so he did. He noticed that a nearby hotel was empty a lot of the time, and the owner wasn't making much money. So he went to the owner and took the biggest risk of his life. He promised to make his hotel better. He changed the light bulbs. He changed the beds. He added water. He put picture frames. He put room service. And he took nice pictures of the hotel, put them on the internet, and changed the name and called it Oyo Hotel. All of a sudden, the hotel went from empty to full, and it worked. First hotel is always the hardest. When I was able to change one hotel, I was pretty sure I could change hundreds. At age 20, he raised money from investors. At age 21, he hired 50 people. At age 22, he had 500 hotels. At age 24, he raised $1 billion. And at age 26, right now, he has 43,000 hotels and built the second largest hotel chain in the world. And he's not even 30 years old. Many people told me multiple times, go to university, seek help from parents to make sure that you can do that. This is just not going to work. That's crazy. Think about this for a second. A random kid in a poor city in India with 50 cents in his bank account became the world's youngest billionaire in 6 years and helped 350,000 people get jobs. This isn't just luck. This is the definition of hard work. He worked at night. He worked on weekends. He knocked on doors. He guessed people's emails. He begged to get meetings. And he succeeded even when all the odds were stacked against people that looked like him.
but I do believe in luck. I believe if you work hard, your probability of being lucky increases dramatically. When you don't let your nationality, ethnicity, age, university background, family status, or gender come in the way, you will achieve greatness. Yes. I think that's something which, എനിക്ക് തോന്നുന്നു ഓയോ നമ്മൾ പലർക്കും പരിചയമുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കണം. ഓക്കെ, ഒരു 90% of us might have heard about Oyo, might have stayed in Oyo hotels a lot of times, and at least in India, and now they are expanding. Even I think in London, I've seen a few of the Oyo hotels. It all started from ഒന്നേന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം. ഓക്കെ, പുള്ളിയുടെ ആവശ്യത്തിന് പുള്ളി പോയി താമസിക്കാൻ നോക്കി, നല്ലൊരു സ്ഥലം കിട്ടിയില്ല, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത സ്ഥലം പോരായിരുന്നു. And then he started thinking how, so what he saw is a pain point. ഇപ്പോൾ നമ്മൾ ബിസിനസ്സുകളെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ I am a director of 7 private limited companies in India. All the 7 companies, I have seen 7 different pain points. നമ്മൾ വിളിക്കുന്ന ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് പെയിൻ പോയിന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രശ്നം, സൊസൈറ്റിയിലുള്ള ഒരു പ്രശ്നം. എന്നിട്ട് ഈ പെയിൻ പോയിന്റിനെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കും. സോ എ പെയിൻ പോയിന്റ് ഇസ് ദെയർ ആൻഡ് ദെൻ ദർ ഇസ് എ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ആണ് നമ്മളുടെ ബിസിനസ് ആയിട്ട് മാറേണ്ടത്. ഒരിക്കലും ഒരു നമ്മൾ എന്താ പറയാ, പണത്തിന് വേണ്ടി നമ്മൾ ട്രേഡിങ് ഒരു വശം, that can be done, like a lot of people make money through that. അത് തെറ്റാണെന്നോ മോശമാണെന്നോ ഒന്നുമല്ല. Okay, but when you want to earn on a larger scale, when you want to like ഒരു $1 billion valuation ഗെയിമിലേക്ക് പോകണമെങ്കിൽ it is based on the platforms and things like that. Okay, അവിടെ ഈ പറയുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, yes, the investors would be attracted to your project more. അത്രേ ഉള്ളൂ എന്റെ പോയിന്റ്. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് let's start one by one. ഇതില് എനിക്ക് തോന്നുന്നു 2 രീതിയിലാണ് നമ്മൾ എന്ത് ബിസിനസ്, എന്ത് സംരംഭം തുടങ്ങുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങളിൽ 2 മോട്ടിവേഷൻ സെഗ്മെന്റ് ആയിരിക്കാം. ഒന്ന്, ഡെഫിനറ്റ്ലി ഓക്കെ, പൈസ അല്ലെങ്കിൽ എമൗണ്ട്, വി നീഡ് ദ മണി ടു റൺ ദ ഷോ. ഇതില് somebody, I've heard a saying, okay, money cannot buy us happiness, but definitely money can buy us flight tickets and flight and the travel journeys can give us happiness. So ഈ പൈസയെ കുറിച്ച് പലരുടെയും പല ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കാം, പല പോളിസീസ് ആയിരിക്കും. അതെല്ലാം ഓരോ ആളുകളും വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ചും കിട്ടിയ അനുഭവങ്ങൾക്കനുസരിച്ചും ഒക്കെ ആയിരിക്കും അതിന്റെ ഒരു വേ ഓഫ് ഡീലിംഗ് മണി. മണി മാനേജ്മെന്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ ദാറ്റ്. ഫോർ മീ, ഹൗ ഐ ടേക്ക് ഇറ്റ് ഇസ് ലൈക്ക്, ഫോർ മീ എന്റെ മണി മാനേജ്മെന്റ് വളരെ സിമ്പിൾ ആണ്. ഒന്ന്, 1 രൂപയ്ക്ക് 1 രൂപ തന്നെ വേണം. Nobody is gonna give you any free lunch in this world. 1 രൂപയ്ക്ക് 1 രൂപ തന്നെ വേണം. ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഐ ഹാവ് സീൻ ഒരു ദിവസം പൈസ എടുക്കാൻ മറന്നുകൊണ്ട് ST കൊടുക്കുന്ന 1 രൂപ, എനിക്ക് നാട്ടില് ഉള്ള ആളുകൾക്ക്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു, നാട്ടില് ഒരു കാലം വരെയും 1 രൂപയാണ് ST ചാർജ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 1 രൂപ ഒരു പ്രാവശ്യം എടുക്കാൻ വിട്ടുപോയപ്പോ എന്റെ അടുത്ത് കണ്ടക്ടർ ഇറങ്ങി നടക്കാൻ പറഞ്ഞ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ കരഞ്ഞോണ്ട് നടന്നു. Okay, I got down, I was humiliated, I was insulted. Okay, അപ്പോ but from that day I cannot forget in my life that 1 രൂപയ്ക്ക് വേണം, 1 രൂപയുടെ കേസ്. നാളെ എല്ലാ ദിവസവും വരുന്ന ബസ്സാണ്, ഇന്നലെയും കണ്ടതാണ്, നാളെയും കാണാനുള്ളതാണ്. പക്ഷെ ഇന്ന് 1 രൂപ ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ അടുത്ത് പറഞ്ഞു 1 കിലോമീറ്റർ മോൻ ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു. I did that. അപ്പൊ അതൊരു വശം. രണ്ടാമത്തെ വശം, I have gone to a trekking in മൂന്നാർ. ഒരു ക്യാമ്പിൽ പോയപ്പോ എന്റെ കയ്യിൽ അപ്പൻ തന്ന ഒരു 1000 രൂപ പോക്കറ്റിലുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ റിസർവ് ആയിട്ട് തരാം. പക്ഷെ ദ പ്രോബ്ലം ഈസ്, ഞങ്ങൾ ട്രെക്കിങ്ങിന് ഏറ്റവും ഒരു ഇറ്റ്സ് എ മൗണ്ടൻ ടോപ്പ് കൈൻഡ് ഓഫ് തിങ്. ആ ഹിൽ ടോപ്പിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും പകുതി എത്തി, എനിക്ക് ഇറങ്ങി വെള്ളം വേണം. ഐ വാസ് സോ എക്സോസ്റ്റഡ്, ഒരു രക്ഷയില്ല. ഇപ്പൊ എന്റെ കയ്യിലാണ് ഒരു ബോട്ടിൽ വെള്ളം ഫ്രണ്ട്സിന്റെ കയ്യിലും തീർന്നു. അപ്പൊ ഒരു ബോട്ടിൽ വെള്ളം തരുന്ന ആരാണെങ്കിലും ഞാൻ ആ 1000 രൂപയും കൊടുക്കാൻ റെഡിയാണ്. അതായത് എന്റെ കയ്യിലുള്ള ആ 1000 രൂപയ്ക്ക് പേപ്പർ കഷ്ണത്തിന്റെ വില പോലും ഞാൻ കൽപ്പിക്കാത്തൊരു മൊമെന്റാണ്. എനിക്കിപ്പോ വെള്ളം വേണം, ഇല്ലാതെ എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, മുകളിലേക്കും കയറാൻ പറ്റില്ല. ഹാഫ് എഴുതാൻ തരും.
ഓക്കെ. പിന്നെ അവിടുത്തെ ഗൈഡ് പോയിട്ട് ഉറവ ഉണ്ടായിരുന്നു, ഉറവയിൽ നിന്നുള്ള ബോട്ടിലൊക്കെ നിറച്ചുകൊണ്ട് വന്ന് ഞാൻ 500 രൂപ പുള്ളിക്ക് എടുത്ത് കൊടുത്തു. പുള്ളി വാങ്ങിച്ചില്ല. സോ മൈ പോയിന്റ് ഇസ് വെരി സിമ്പിൾ. ചില സമയത്ത് പൈസക്ക് പേപ്പർ കഷ്ണത്തിന്റെ വില പോലും ഇല്ലാത്ത അവസരങ്ങൾ വരും. അതേസമയം ചില അവസരങ്ങളിൽ 1 രൂപയ്ക്ക് 1 രൂപയില്ലെങ്കിൽ നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയും വരും. ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. പക്ഷെ ഒരിക്കലും മണി ഷുഡ് നോട്ട് ബി ദ ബേസ് ഓഫ് ദ വിഷൻ. യുനോ, അവർ പാഷൻ, നമ്മൾ കാണുന്ന സ്വപ്നത്തിന്റെ ബേസ്, അടിത്തറ എന്ന് പറയുന്നത് നമ്മളുടെ പാഷൻ ആയിരിക്കണം. നമ്മൾ വി ഷുഡ് നോ വാട്ട് വി ആർ ഗുഡ് അറ്റ്. Based on what we are good at, we have to create the passion. We have to create a kind of business model in which we are happy to do what we do continuously. നമ്മൾ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ലെവലിൽ ഒരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്ര നല്ലത്. അത് ഏറ്റവും നല്ല രീതിയിൽ നാട്ടിൽ വിജയിപ്പിച്ച ഒരു സംരംഭകന്റെ ഒരു വാക്കുകൾ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷക്കാലം സഫാരി എന്ന ചാനൽ നടത്തി 1 രൂപ പ്രതിഫലം വാങ്ങിക്കാതെ നടത്തിയ ഒരു ആളാണ് സന്തോഷ് ജോർജ് കൊളങ്ങര. ഓക്കെ. അപ്പൊ ശ്രീ സന്തോഷ് ജോർജ് കൊളങ്ങരയുടെ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും നമുക്കൊന്ന് ലെറ്റ്സ് സീ വാട്ട് ഹി ഹാസ് ഗോട്ട് ടു സേ. നല്ല നാളുകൾ 12 വർഷമാണ് പ്രതിഫലമില്ലാതെ പ്രവർത്തനം നടത്തിയത്. 1 രൂപ പോലും പ്രതിഫലമില്ല. അതിവിദൂരമായ ഒരു പ്രതീക്ഷ പോലുമില്ല. നമ്മൾ ഒറ്റ കാര്യം കൊണ്ട് ഈ വിജയത്തോടുള്ള പാഷൻ. എന്താണ് പാഷൻ? പ്രതിഫലം കിട്ടിയാൽ മാത്രം എന്തെങ്കിലും ജോലിയാണ് പാഷൻ എന്ന് പറയുന്നത്. അത് ഒരു പ്രതിഫലവും നിങ്ങൾക്ക് തരില്ല. നീ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കി നീ ഈ പണി അനന്തകാലം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അതെ, ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ച് എത്ര കാലം വേണമെങ്കിലും 1 രൂപ പോലും പ്രതിഫലം ഇല്ലെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ ഞാൻ പാഷൻ പറയൂ. ഐ തിങ്ക് പാഷനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പലർക്കും പലതായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു നഷ്ടം സഹിച്ചും കൊണ്ടുനടക്കാൻ പറ്റും. ഏത് ബിസിനസ്സിലും ആദ്യത്തെ 2-3 വർഷം എന്ന് പറയുന്ന സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ചിലർ ഉള്ള ജോലി കിട്ടെറിഞ്ഞ് ഒരു സ്വപ്നത്തെ പുറകെ യാത്ര ചെയ്യുന്നു. ഞാൻ അങ്ങനെ 21-ാം വയസ്സിൽ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുകയും പിന്നീട് അതിനുശേഷം 3 വർഷം അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുകയും അതിനുശേഷം സ്വന്തമായിട്ട് ബിസിനസ് 24-ാം വയസ്സിൽ 25 പേരെ വെച്ച് ബാംഗ്ലൂർ ബിസിനസ് തുടങ്ങുകയും ചെയ്യുന്ന ആളാണ്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5-6 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് I have suffered a lot. I've gone through, it was a roller coaster ride, we call it. Okay. But at the same time, over a period of time, we will start understanding, okay, ഇതിന് ഗ്രിപ്പ് കിട്ടി തുടങ്ങും. ഇത് എങ്ങനെയാണ്, okay, where did we go wrong? Then we do it again. We invest some more. Then again we will fall. വീഴും. ഈ വീഴ്ചകൾ വീണ് ഇപ്പൊ ഞാൻ ബിസിനസ് സെഗ്മെന്റ്സും ബിസിനസ് സെഷൻസും എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 24-ാം വയസ്സിൽ 25 എംപ്ലോയീസിന് ബാംഗ്ലൂരിൽ 20 സ്റ്റേറ്റിൽ നിന്നും പല സംസ്ഥാനങ്ങളിലുള്ള MBA ഗ്രാജുവേറ്റ്സിനെ കൊണ്ട് നമ്മളൊരു ബിസിനസ് മോഡൽ, കൺസൾട്ടിങ് മോഡൽ, ഗ്ലോബൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുകയും അത് വളരെ അതിദയനീയമായി ഞാനത് പരാജയപ്പെടുകയും പിന്നീട് ഒരു 3 മാസത്തെ ബ്രേക്ക് എടുത്ത് ഞാൻ I analyzed where did I go wrong and then I rebuilt a team. I started again. In the first time I had people, because I was with less experience, എന്റെ ടീംമേറ്റ്സ് എല്ലാവരും 10-15 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രമാണ് ഞാൻ എടുത്തിരുന്നത്. HP, മൈക്രോസോഫ്റ്റിൽ നിന്നും UAE നിന്നൊക്കെ ഉള്ള പല ശ്രീലങ്കയിൽ നിന്ന് UAE നിന്നൊക്കെ ഉള്ള കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് ഉള്ള എന്നെക്കാളും പ്രായം കൂടി. I was the lowest one. I was the CEO, the founder of the company, but I was the youngest in the lot. പക്ഷെ ഇത് പ്രശ്നം എന്താ വെച്ചാൽ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവരുടെ ഒരു they have a way of doing things. അത് പിന്നെ മാറ്റാൻ എളുപ്പമല്ല. So then we start, okay, അടുത്ത പ്രാവശ്യം when I started with freshers. അപ്പൊ അവർക്ക് നോളജ് ഉണ്ടാവണമെന്നില്ല, അവർക്ക് അതിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പൊ I was a senior most. പക്ഷെ they would obey me, but then I had the entire responsibility. അവിടെയും നമുക്ക് പ്രശ്നങ്ങൾ വന്നു. Third model was, which I worked out, was with something we called ഒരു 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാ ഫ്രഷർ ആണോ അല്ല, അത്യാവശ്യം എക്സ്പീരിയൻസ്. So they could do it actually. They could get a result out of it. So that was something which we did. So it's basically we need to be passion has to be the base and of our vision, not money for sure. Okay. And yes, the next point is a lot of people have asked, is it
Are we late? Don't you think it's late? Already okay. Let me tell you, I know a chartered accountant who qualified in the age of 60 years old. അത് 60 വയസ്സിൽ അദ്ദേഹത്തിന് അത് നേരത്തെ ശ്രമിച്ചു, പിന്നെ അദ്ദേഹം ജോലി കിട്ടി, അങ്ങനെ അതിലേക്ക് തിരക്കുകളിലേക്ക് മാറി, ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 58-ാം വയസ്സിൽ അവർ റിട്ടയർ ചെയ്തതിനു ശേഷം, റിട്ടയർ ചെയ്തതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം 2 years he invested again in studies, and at the age of 60 he could qualify. So there are people like that, who can do wonders. So the basic point is like whether we are trying it again and whether we have the willingness to start again or not. Okay, I think the best classic example of somebody who has failed terribly and then have a comeback is for we Keralites would be Fahad Fazil, the finest actor in our generation, the finest actor in the young generation, Fahad Fazil. Okay, ദയനീയമായി പരാജയപ്പെടുകയും he was launched by his own dad. Okay, ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാസിൽ എന്ന സംവിധായകൻ ലോഞ്ച് ചെയ്യുകയും പിന്നീട് തകർച്ചയുടെ പക്കത്തെത്തി. He took a break, he went to US and he came back. He came back with so much of energy that then in a period of time he started ruling the Malayalam film industry. So it's, I think the best classic example is Fahad Fazil in this case. So it's not late. So it doesn't really matter whether you start in 20s or 30s or 50s or 60s. Doesn't really matter. KFC is a classic example when I can tell you that better late than never. So if you had a business idea and you have been thinking about like, okay, when can we start this? We're thinking about this and you wanted somebody to talk about it. Yes, we are here. And let me tell you, during the one perks of discussion, or something which I had with Deacon was like, even after this session, you can definitely get in touch with me, or you can definitely get in touch with us, and you can explain your business model, you can tell your business ideas, and you can definitely, we'll be like, with utmost happiness, whatever little I know, I'm absolutely fine in sharing it. So when you have to talk to some people about the business models, you have to be very careful to whom you talk to this. What happens is, if you don't talk to the right person, I have a wonderful business idea to a friend who is not into an entrepreneurial mindset, okay, an employee mindset, he will tell you, it won't work out. Please, okay, you just grow up. Okay, I don't think it'll work out. They will demotivate you. They will tell you it is not going to happen. Don't believe it. You talk to the people who has got something, when you're gonna buy a Benz, you're planning to buy a Benz, okay, when you're gonna buy a Jaguar, you ask the people who have taken it already, who are using it already, whether it is good or bad. They will guide you, they will explain to you whether it's good or bad, and you shouldn't go ask somebody who has not even thought about buying it. And that's a problem a lot of people do. They will explain, okay, so we have to be careful to whom we are explaining the business plan, to whom we are discussing about it, and then yes, you can make a change in this. Okay, so keep in mind, it's better late than never. So in case, my dear friends, just a takeaway for the day. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബിസിനസ് ആശയം മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തിരുന്ന ആളാണെങ്കിൽ, എന്തെങ്കിലും ഒരിക്കൽ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരാളാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തം സിഗ്നേച്ചർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഐ എം ജസ്റ്റ് one ring away. I can help you with whatever extent possible. Let me tell you that. That's an assurance from my side. Let's do it today. Let's do it today. Let's do it today. And then, as I've told you already, the fourth point is solve the pain points of the society. I have 7 or 8 businesses in India. I'm a director of different companies. At the same time, one thing I can tell you, business model, I'm pretty much sure that my business models are creating a value addition in the society. Okay, one is consulting. I help business people to grow. One is training. I take training sessions. I'm empowering people. Third is placements. Yes, I help people to create visual resumes and portfolios in a wonderful way, designing stuff like that. And I'm making or helping the candidates to get placed in the corporates.
Another one is homeo consulting. My mom is a homeo doctor. My amma is a homeo doctor. So what I do is like we have a homeo consulting company, which is helping our people. One is a foundation, a charitable foundation. Yes, I know I'm running startups. പക്ഷെ അണ്ണാരക്കണ്ണെന്ന് തന്നാലായി എന്ന് പറയുന്ന പോലെ എന്ത് പോസിബിൾ ആണ് എന്ത് എക്സ്റ്റെൻഡിൽ ചെറിയ എക്സ്റ്റെൻഡിൽ പോസിബിൾ ആണ് വാട്ട് എവർ പോസിബിൾ മൈ എൻഡ് ഐ എം ഡൂയിങ് ഇറ്റ് റൈറ്റ് നൗ ഐ എം നോട്ട് വെയിറ്റിംഗ് ടു മിന്റ് മണി ഐ എം നോട്ട് ഗോയിങ് ടു ഐ എം നോട്ട് ലൈക്ക് ഓക്കെ ഒരു ബില്യണർ ആയാലേ ചെയ്യാൻ പറ്റൊന്നുമില്ല. ഇന്ന് എനിക്ക് 5,000 രൂപയായിരിക്കും ചെയ്യാൻ പറ്റും. ലെറ്റ് മീ ഡു ഇറ്റ്. ഇറ്റ്സ് ഫൈൻ. 5 ലക്ഷമാണോ? ഫൈൻ. ലെറ്റ്സ് ഡു ഇറ്റ്. It's like, you don't have to wait to start giving back to the society. So start analyzing the society. Start analyzing. Kannu thornu nokkiyal we can see hundreds of problems in the society. We can get hundreds of business ideas can be done. We need to open our eyes, think about it, talk to people, and come up with beautiful pain points, solutions actually. And yes, the fifth point is like, once the pain points and solutions are set, let's develop a platform. Website on the concept mari padukka nammal platform like ettana. Websites what we create now, like let's say for example there is christopherbasils.com. So if you want to know about me, there is my website. So it's like a personal branding kind of thing, or personal portfolio. Okay, ee parayna alku endu credibility undu enna ariyanulla oru portfolio, oru resume മാത്രമാണ് ഇപ്പൊ നമുക്ക് വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. കമ്പനീസിനപ്പുറം നമ്മള് പ്ലാറ്റ്ഫോമുകളിലേക്ക് വളരേണ്ട ഒരു കാലമായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡെവലപ്പ് പ്ലാറ്റ്ഫോംസ് ടുഗദർ, ബിൽഡ് യുവർ നെറ്റ്വർക്ക് ഓൺലൈൻ, ആൻഡ് ദെൻ യെസ്, there is huge power in digital marketing segment. Utilize it. In all these three, yes, we can help you out, but then yes, let me tell you, platforms created, അത് ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്ത് ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുന്ന സംരംഭങ്ങൾക്കാണ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. So create business models so that you can raise the funds, you can talk to the investors and get maximum benefit out of it. Plan your business models accordingly. And the next one is create a brand out of you. Invest in yourself. And this is the most important point which I'm going to tell you today. നമ്മൾ പല സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. We invest in shares, we invest in stocks, trading, stuff like that. But let me tell you something. Invest in yourself. You have got to invest in yourself. You have got to believe that, okay, come on, in the growth, whether am I learning something? Am I learning some new course? നമ്മൾക്കൊക്കെ ഒരു പ്രായമില്ലാതെ ഇപ്പൊ ഉഡമി പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഉഡമി, EDX എന്ന് പറഞ്ഞ എഡെക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വേറെ ഫ്രീ കോഴ്സസ് ആർ ലിസ്റ്റഡ് there. ലോകത്ത് okay, I want to do like Harvard in the course. I've enrolled for IAM course right now. Recently, IAM and the business management course enrolled ചെയ്തിട്ടുണ്ട്. Because it was my dream, which I couldn't, this thing like IAM il padikkanam ennulla, it was my big dream. It did not happen. So what I could do is like recently they brought a wonderful program for strategic management, which is good for my profession, not the passion, but the profession. I have enrolled for it. I'm waiting for the course to be completed to get the certification. Because COVID has brought such a wonderful option where on the Harvard modeling, IAM vareyulla ella universities online courses list out ചെയ്തിട്ടുണ്ട്. Utilize it. You are 40 years old, so what? You're 50 years old, so what? Nobody is stopping you from earning a certification at the age of 50. Invest in yourself every single day. Have the mindset to learn something, to grow up. Invest in yourself. That's the biggest investment you want to make. Let me tell you, ബാക്കി ഏത് ഇൻവെസ്റ്റ്മെന്റ് കയ്യിൽ നിന്ന് പോയാലും, ഏത് ഇൻവെസ്റ്റ്മെന്റിൽ നഷ്ടം വന്നാലും, കണക്ക് തെറ്റാലും, നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒറ്റ പൈസ, ഒറ്റ റുപ്യ നഷ്ടം വരൂല. It's a fact. It's a truth. Invest in yourself. And then, yes, failure. Everybody, you know what, like everybody don't start something because of the fear of failure. There are a lot of people. ഞാൻ എൻ്റെ ലൈസൻസ് എടുക്കുന്നത് 22 വയസ്സിലാണ്. Because I had this inhibition towards failures. എന്താ പറയാ, വേറൊന്നുമല്ല, പോയി കിട്ടിയില്ലെങ്കിലോ 4 വർഷം ഞാൻ പേടിച്ചിട്ട് വണ്ടി എടുക്കാതിരുന്നു. 4 വർഷം, 18 വയസ്സ് തൊട്ട് നമ്മൾ 22 വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാതെ എന്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് ഒരു ഡ്രൈവറെ വെക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആളെ. Because I was so, I didn't think it was my cup of tea.
അത് കഴിഞ്ഞ് 22-ാം വയസ്സിൽ വീട്ടുകാരും നാട്ടുകാരും കളിയാക്കി ഒരു പരിധി ഇപ്പോ I decided, okay, fine, let's end the show. Okay, and then I tried to do it. Third attempt, I took 3 attempts anyway. Okay, and finally I could get it. പക്ഷെ അത് കഴിഞ്ഞ് അത്രയുള്ള എന്റെ പേടി, അത് കിട്ടി അവിടെ നിന്ന് പിന്നീട് ഒരു ആഴ്ചക്കുള്ളിൽ ഞാൻ വണ്ടി കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർ എടുക്കാറായി. പിന്നെ നമ്മൾ ആ വണ്ടി ഒരു നിസാൻ ടെറാനോ അപ്പം മേടിച്ചു തന്നു. അത് വെച്ചിട്ട് I started roaming around, taking classes in different institutions. Lakshya എന്ന് പറഞ്ഞ അക്കാഡമിയിലാണ്. I was teaching in Lakshya for 3 years for chartered accountants and for ACCA as well. So Lakshya has got 7 branches in Kerala. Kannur, Kozhikode തൊട്ട് കോട്ടയം, ട്രിവാൻഡ്രം, അടൂർ, everywhere, കേരളത്തിലെ എല്ലാ അറ്റത്തും. ട്രിവാൻഡ്രം ഒരറ്റത്ത്, കണ്ണൂർ മറ്റേ അറ്റത്ത്. In between എല്ലാ മെയിൻ cities, 7 centers ഉണ്ട്. So we start traveling. So my point is, failure is an option, but giving up is not an option. You fail, you get up. You fail, you get up. You do it again and again and again. Unless, see, Alibaba, Jack Ma was rejected a lot of times. You want to see that? Let me just show you, okay, what his perception was. I think almost everybody you would have heard, fully KFC rejected, he was Harvard rejected. And he always keeps on every single speech of, Jack Ma will have emphasize on his failures, because he likes to speak about his failures a lot. That's what I think, something which I like in him a lot, actually. Let me just show it to you. Four people went for the job. 24 people went for the job. 23 people accepted. I was the only guy. You will fail at something in your life. Accept it. You must fail 100 times to succeed once. You have to fail in order to climb this ladder. If you don't fail, you're not even trying. Fail, pick yourself up and fail again. Because without this struggle, what is your success? Have you ever invested and your connected money to this, let me just in show you this stocks? video as well about your investment in Have you yourself. ever invested your money in stocks, mutual funds, real estate, all different ways for your financial growth? Have you ever invested your time in learning a new skill, taken a course, a workshop, different ways for your professional growth? As much as we invest in our financial growth and professional growth, shouldn't we also invest in our personal growth? Because unless we care for ourselves, we will never be able to achieve anything, nor can we care for others. Harry had invested. So this is what, investment is about, investing in yourself and about the failures. So we can see that a lot of people, they have this mindset of investing in themselves, and then failure is always an option, but giving up is never an option. Never in our dreams we should have that mindset. Giving up is not an option at all. Okay, and then yes, we are just coming to last 3 points. Okay, last 3 or 4 points. One is persistent effort. Okay, the key to success. I think a simple video, നമ്മൾ ഇതിനകത്ത് എഫേർട്ട് എന്നൊക്കെ പറയും നമ്മൾ. Okay, അതൊരു ചെറിയൊരു simple video ല് I can show you what is effort. Effort can be not in this way. ആഗ്രഹിക്കുമ്പോ പുള്ളി ഈ ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മൾ മനുഷ്യന്മാരായിട്ട് ചില കളികൾ കളിക്കും. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോ പുള്ളി അപ്പൊ തന്നെ അതെടുത്ത് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ പുള്ളി അത് കുറച്ചുകൂടെ ദൂരത്തേക്ക് എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഈ സെയിം കളി റിപ്പീറ്റ് ചെയ്തു. എന്തിനാണെന്നറിയാം? നമുക്കത് നേടാനുള്ള ആവേശം കൂടാനും നേടിക്കഴിയുമ്പോ ആ നേടിയതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല. സായിപ്പന്മാര് ഇതിന്റെ എഫേർട്ട് എന്നൊക്കെ വിളിക്കും. ഈ എഫേർട്ടാണ് വിളിക്കുക ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. So it's basically, normally effort, it's always called as efforts. Okay, nammal persistent aayittu etramatram effort. See, I think every entrepreneurs, you will have to spend sleepless nights, when others are partying and enjoying. We'll definitely have to invest a lot of time and efforts. But at the same time,
ഒരു 35-40-45 എന്നൊക്കെ ഒരു എല്ലാ ഓണ്ടർപ്രണേഴ്സിനും ഡ്രീം ഉണ്ടാവും. ഒരു 35-40 ആകുമ്പോഴത്തേക്കും ഒരു സെറ്റിൽ ആവണം അല്ലെങ്കിൽ റിട്ടയർ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഐ ഹാവ് സീൻ ദാറ്റ്. ഓക്കെ, പ്രാക്ടിക്കലി ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് ദം വുഡ് ബി ഏബിൾ ടു അച്ചീവ് ഇറ്റ്. ബട്ട് യെസ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ പറ്റും. റിട്ടയർമെന്റ് എത്തിയില്ലെങ്കിൽ പോലും ദേ ആർ നോട്ട് ഏബിൾ ടു retire at 35, at least we'll be able to slowly get into that what do you call the financial freedom based on whenever we start. Suppose if you're starting at 40 years, yes, in another 5 years let's aim to be financially independent or financial freedom is achieved. Okay, well, it doesn't matter when you start. You just have to go to the right people, talk to them about your ideas, take their help, create a brand out of it, put in your efforts continuously. Persistence tanniyanu the key. As I've told you, something which I've told you is like 1 hour a day. Initial discussion I parnu 1 hour a day consistently for 1 year can really make a change. And the next point is, handle the failures and success equally. നമുക്ക് ഒരു പ്രോബ്ലം എന്താ വെച്ചാല് ഈ ഫെയിലിയേഴ്സ് ഒരു വശം നമുക്കറിയാം, സക്സസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. സംതിങ് which I felt it tougher was to handle the success, because once we get around we tried something, we get successful, we get a confidence. We try something else, we get success, we get the return, yes, we are confident again. Third time നമ്മൾ എന്താ പറയുക, based on the first 2 success നമ്മൾ 2-3 സ്റ്റെപ്പ് കൂടുതൽ എടുക്കും. നമുക്ക് ചാടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ദൂരം ചാടാൻ നോക്കും, ചിലപ്പോൾ നടുനിലി വീഴും. So what happens is the success can actually take you for a ride if it is not handled carefully. So what you have to understand is, it's not just failures that has to be handled. We shouldn't get overexcited about the success. We shouldn't take success to your head, and we shouldn't believe, okay, ee success orenam successful ai, so I'm like, okay, I'm bhankara enta paraya, okay, I am like a man with a golden touch. When I was earning 1.5 lakhs a month when I was 21 years old, I considered myself at that age as a man with Midas touch. Okay, നാട്ടിൽ നിന്നിട്ട് 20-21 വയസ്സിൽ 1.5 ലക്ഷം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് I was like, okay, I overestimated my capacity to a large extent. Then I understand, no, that's not how it works. Okay, and then we started business altogether. Yes, then it starts losing one by one, and then we'll regain. And then ആ നഷ്ടപ്പെട്ടതെല്ലാം ഒരു 2 വർഷത്തെ കാലയളവിൽ തിരിച്ചു പിടിക്കുകയും അത് പിന്നീട് റീഇൻവെസ്റ്റ് ചെയ്ത് അതിന് റിട്ടേൺ കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. I took a break from the training sessions also, because I told my team, let me complete the cycle. So last 1 year I have been actively into training sessions, because I know that, okay, I've earned it back. What I've spent, I've got it. I've got the profits. I lost a lot of money. A lot of people have like cheated me. Yes, but I got it back. See, it's not like nobody can cheat you actually. നമ്മൾ നിന്ന് കൊടുക്കണം, പറ്റിക്കപ്പെടാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കാതെ ആർക്കും നമ്മൾ പറ്റിക്കാൻ പറ്റില്ല. So if somebody has cheated you, we cannot actually blame on that person. We should have been careful. We didn't take enough caution. We didn't study the person. We didn't study the scenario. So it's actually our mistake as well. There's no point in blaming somebody else. So if something goes wrong, take the responsibility yourself. Try to find what can be done to rectify it. Take the ownership. Take the responsibility. നമ്മളുടെയാണ് responsibility. We cannot blame people for the things if things have gone wrong. Successful ayal, give the credit to the team. Failure ആണെങ്കിൽ ആ ടീം ലീഡർ എന്ന രീതിയിൽ you take the responsibility. That is what a real leader has to do. Failures are my own and success is of the team. That exactly has to be the leader mindset, the lion mindset we call it. And yes, the next one is about the revenges, because ഈ ലേറ്റസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. വെള്ളം മുരളി ആസ് എ റിയൽ ലൈഫ് ക്യാരക്ടർ ഫ്രം കണ്ണൂർ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ആണ് ആ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നതും അതിൽ അഭിനയിച്ചിരിക്കുന്നതെല്ലാം. ഒരുപാട് പേര് നമുക്ക് കണക്ഷൻസ് ഉള്ള ആളുകളാണ്. സോ the point here is, when we are building our dream, when you are starting with something, be prepared. People are going to insult you. People are going to take you for a ride. They will call you crazy. when the തലയ്ക്ക് ഭ്രാന്താണെന്ന് തന്നെ പറയും, ഉറപ്പായിട്ടും പറയും. Because you know why?
because you are seeing the future, because you are a visionary, you are going to see the future and you're going to take a decision on that. Whereas the other person next to you is not able to see the future. You can't blame him. You can't blame him for sure. At the same time, you cannot blame yourself for having a bad idea. It says that you saw it, he did not see it. Doesn't mean that you're wrong. So what you have to do is to communicate it to the people only if you feel that, okay, this person has some capacity. A visionary should communicate his vision only to another visionary. And then you will see wonders happening. Let me tell you, then the second visionary to whom you are sharing your thoughts will actually add a lot of things. You know, and it doesn't really matter about the age. Let me tell you, for CBS and my company, somebody who is contributing a lot is my friend. I mean, her name is Prerna Singh, and she was actually started the career in CBS and me from Bangalore. She was in my Bangalore team. But then, yes, she started a business on her own. She became quite successful in that. She is a born artist. And then she got much more experience than what I've got. She learned a lot. Now, you have to believe me, I'm actually taking advices from her. She was an employee. At the same time, she just started the career with me. It doesn't matter. I am considering her as my mentor and kind of my advisor, because I'm sure that even though she is much younger than me, she has walked a lot more than me when I was actually taking some rest on the other side. So we don't have to be afraid or ashamed on asking help. You don't have to be like have any kind of inhibition on asking support from somebody. You don't have to look at their age. Just look at the knowledge the person has got, and let's try to grow together. When we have a group like this, the WMF Polar platform is a beautiful thing. It's a brilliant thing, I would call it, because itra rajyangalulla prasthanam, and somebody with high voltage energy like Prince Sir, and see, like people like Deacon പോലെയുള്ള എന്താ പറയാ, ഏറ്റവും ഇതിനെ എന്താ പറയാ, മെമ്പേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന, ആലോചിക്കുന്ന, എഫേർട്ട് എടുക്കുന്ന കുറച്ച് സാരഥികളുള്ളപ്പോ അങ്ങനെ പല രാജ്യങ്ങളും, see, it's not just one person out here. We are a team. We are a network. There are a lot of things we can do. നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. We as a team can do a lot of things. ഒരാള് വിചാരിച്ച ഈ ലോകത്ത് വലുതായിട്ടൊന്നും മാറാൻ പറ്റില്ല. സൗണ്ട് പോയി. സൗണ്ട് am I audible now? ഇപ്പൊ audible ആണോ? ഓക്കെ, audible ആണോ? Okay. എനിക്ക് തോന്നുന്നു ഒരാള് വിചാരിച്ച് മാറാൻ പറ്റാത്ത കാര്യങ്ങൾ, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങള് we can do it together. ഒരുമിച്ച് നിന്ന് ഒരുപാട് രാജ്യങ്ങളിലുള്ള ഒരുപാട് പേര് ഒരുമിച്ച് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ സക്സസ്ഫുൾ ആവുമ്പോൾ ഈ 9th പോയിന്റ് that we are discussing is, okay, revenges should only be sweet revenge. നമ്മൾ ഈ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളോട് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മൾ പെരുമാറുന്ന ഒരു രീതിയുണ്ട്. How are we responding or reacting to the people who insulted us, who took us for a ride? My answer is sweet revenge. Go for sweet revenge. You should behave nicely to them. That's the best revenge you're going to take. They will think, oh, ഞാൻ അന്ന് ഇൻസൾട്ട് ചെയ്തിട്ടും അത് ഇയാളൊന്നും മനസ്സിൽ വെക്കണല്ലോ ദൈവമേ, ഞാനത് ചെയ്ത് മോശം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മൾ അവരോട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. നമ്മളോട് പെരുമാറുന്ന പോലെ നമ്മൾ പെരുമാറേണ്ട കാര്യമില്ല. We can be good to people. We can be nice to people. We can just forget about revenge. See, revenges are like absolute negativity. Absolute negativity, I can tell you. Just forget about it. Forgive it. കഴിഞ്ഞു, വിട്ടു. അപ്പൊ അവിടെ നമ്മൾ ഫ്രീ ആവാണ്. നമ്മുടെ മൈൻഡിന് ബേർഡൻ ഇല്ല. That is all what we can do. പിന്നെ ചില റിലേഷനൊക്കെ നമ്മളുടെ ഒരു ഈഗോ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഒരു ഫോൺ കോളിൽ തീരുന്ന എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവും. പോട്ടറ, വിട്ടുകള, അതങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. സോറി, പോട്ടെ. ഒരു സോറി എന്നുള്ള വാക്കില്, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സോറി എന്ന വാക്ക്, you know how powerful the word sorry is? One of the most powerful words in the world is sorry. നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ അല്ലാതിരിക്കും, ഇറ്റ്സ് ജസ്റ്റ് എ കൺഫ്യൂഷൻ. കാരണം അങ്ങനെയൊക്കെ എന്തൊക്കെയോ കൺഫ്യൂഷൻ പോട്ടെ. ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ വിട്ടുകള, സോറി, പോട്ടെ, എടേ പോട്ടടാ, ഇറ്റ്സ് ഓക്കെ, സോറി. അത് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ എത്രയോ നല്ല സൗഹൃദങ്ങൾ നമ്മളിൽ പലർക്കും തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരു ഫോൺ കോളിനപ്പുറം നല്ല സൗഹൃദങ്ങളെ നമ്മൾ അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്. മനസ്സിൽ താഴെട്ട് ആ താക്കോലെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്.
ഒന്ന് വല വീശിയെടുത്ത താക്കോലെടുത്തിട്ട് ഒരു സോറിയും പറഞ്ഞ് തിരിച്ച് വിളിക്കണമേ, വിളിച്ചൊന്ന് ഹാപ്പി ആയിട്ട് ഇടുക ഫ്രണ്ട്സിന്റെ അടുത്ത്. യുനോ അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങള് it will stay forever, you know. So this is important. And next is, you know, creating the memories. Before coming to this, I'll show you a video on the success part. Nammade Tovinoyum Prithvirajum, you know, the best ee parna pole nammade രണ്ട് actors, how they perceive it as it's quite different, you know. Let me just ഞാൻ ആരെങ്കിലും നോക്കിച്ചിട്ടുണ്ട്, അയാൾ എൻ്റെ അടുത്ത് നന്നായി പെരുമാറും. ഞാൻ ആരെങ്കിലും അയാൾ എൻ്റെ അടുത്ത് നന്നായി പെരുമാറുമ്പോൾ എനിക്ക് മനസ്സിൽ പോവാം. മറ്റേ മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്നെ അങ്ങനെ വളരെ മാന്യമായിട്ടൊക്കെ പെരുമാറാറുണ്ട്. കാര്യം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവരെക്കാൾ ബെറ്റർ അവസ്ഥയിലാണ്. ഞാൻ അവരുടെ മാന്യമായിട്ട് പെരുമാറുമ്പോൾ അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത്രയും വലിയ പ്രതികാരം ചെയ്യാനില്ല. And the other one about the success. പരാജയങ്ങൾ എനിക്കിപ്പോ പേടിയില്ല, അത് നല്ലതാണെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഐ ക്യാൻ ട്രൈ മോർ തിങ്സ്. എനിക്ക് പരാജയങ്ങളെയും പേടിയില്ല, എനിക്ക് സക്സസിനെയും പേടിയില്ല. സക്സസിനെ പേടിയില്ല എന്ന് പറയാൻ കാര്യം സക്സസിനെയാണ് ശരിക്കും കൂടുതൽ പേടിക്കേണ്ടത്. ഒരുപാട് നഷ്ടപ്പെടാനുണ്ടെന്നൊക്കെ തോന്നും നമുക്ക് സക്സസ് കിട്ടുമോ. എനിക്ക് സക്സസിനെയും പേടിയില്ല. എനിക്ക് പിന്നെ ഞാനൊരു മത്സരത്തിനില്ല, ഞാൻ സ്റ്റാർട്ടിന് ആ താല്പര്യം മേ ബി വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ വന്നതുകൊണ്ടായിരിക്കാം. എനിക്കിപ്പോ ഐ ആം ഇൻ എ ഗ്രേറ്റ് സ്പേസ്. And yes, we are coming to the last point. Okay, എനിക്ക് തോന്നുന്നു നമ്മളിൽ എവറസ്റ്റിന്റെ മുകളിൽ പോയി നിന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോ നിങ്ങള് എന്റെ ജന്മനാളായ പാലക്കാട്ടുമലയിൽ ഇരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും. ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ്. ഈ യാത്രകളിലൂടെ നമ്മളെ പോലെ 5.5 അടി പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാവും. നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നത്. അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തത് സംഭവിച്ചിട്ടുള്ളത്. നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ച് കൊടുക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നില്ലേ, എന്നിട്ട് അവര് കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക, ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക. അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്ക് സാധ്യമാണെന്ന് ആത്മവിശ്വാസം നടത്തുക. അത് മാത്രം മതി. This is exactly what we are telling. ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നു we are all blessed in a way, but before blessing let me tell you, ഈ പ്രവാസികൾ എന്ന് പറയുന്ന കാറ്റഗറി, ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാസികൾ എന്ന് പറയുന്ന കാറ്റഗറി, ഞാൻ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അൺകൺട്രോളബിളി എന്നൊക്കെ പറയുന്ന പോലെ കരഞ്ഞിട്ടുള്ളത് ഞാൻ എയർപോർട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ്. ഇപ്പോ എല്ലാവരും റെഡിയായി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് അപ്പം പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാ എയർപോർട്ടിലേക്ക് വരാത്ത, എയർപോർട്ടിൽ വരണ്ടേ, പിന്നെ COP ഉണ്ട്, ഞാനും വൈഫും ഉണ്ട് ഇറങ്ങാനായിട്ട്. ഇല്ല അത് വേണ്ട, അത് ശരിയാവൂല എന്ന് പറഞ്ഞു. അതുവരെ 2 ദിവസമൊക്കെ ആയിട്ട് വൈഫ് ഇടയ്ക്കൊക്കെ ചില കരച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പറഞ്ഞ പോലെ ആണുങ്ങളാണല്ലോ, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു മൊമെന്റിൽ ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ആ ഒരൊറ്റ പോയിന്റ്, അതായത് പെട്ടെന്ന് അവര് എയർപോർട്ടിലേക്ക് ഇല്ല, കാറിൽ കയറുന്ന പോയിന്റ് എത്തി, അവിടെ ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. എനിക്ക് തോന്നുന്നു അന്ന് എയർപോർട്ടിൽ കൊച്ചിയിൽ നിന്ന് നമ്മൾ കയറുന്നു, കൊച്ചി ഡൽഹിയിൽ നിന്നാണ് പിന്നെ അടുത്ത എയർപോർട്ട് നേരെ ലണ്ടനിലേക്ക്. ഡൽഹി വരെയുള്ള സമയം അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒക്കെ കരച്ചിൽ. നമ്മളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ദാറ്റ്സ് വെൻ ഐ ഹാവ് സീൻ മൈ പാരന്റ്സ് ആസ് വെൽ. സോ ഇറ്റ്സ് ബീൻ ക്വൈറ്റ് സം ടൈം. അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ചാല് എല്ലാ പ്രവാസികളും അനുഭവിക്കുന്ന, നമ്മളെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മൊമെന്റ് ഉണ്ട്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പെട്ടതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എല്ലാം ഇട്ടെറിഞ്ഞ് നമ്മുടെ കുടുംബത്തിനും നമുക്ക് വേണ്ട മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നാടും വീടൊക്കെ ഉപേക്ഷിച്ച് വരുന്നൊരു വരവുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട് നമുക്കെല്ലാം.
എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ കുറെയൊക്കെ ബ്ലെസ്ഡ് ആണ്. ഈ പറയുന്ന ഈ അടുത്ത് വന്നിട്ടുള്ള നമ്മളൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലാത്തിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ബ്ലെസ്ഡ് ആണ്. നിങ്ങൾ പലരും എനിക്ക് തോന്നുന്നു 15 കൊല്ലം 20 കൊല്ലം ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ടാവും. 15-20 കൊല്ലം മുമ്പ് നിങ്ങൾ എങ്ങനെ വന്നു, എത്രമാത്രം സ്ട്രഗിൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ടത്. നമുക്കിത് എത്ര യുവർ ഓൾ ഹീറോസ്, ഐ ഷുഡ് സേ. ഇൻ യുവർ ഓൺ ലൈഫ് യുവർ ഓൾ റിയൽ ഹീറോസ്. ബിക്കോസ് നിങ്ങളെടുത്ത എഫേർട്ട്, നിങ്ങളെടുത്ത സാക്രിഫൈസസ്, ഇറ്റ്സ് നോട്ട് ഈസി. അത് ചെയ്ത് ഇവിടെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ വന്ന് ചങ്ക് വരച്ച് നിന്ന് നമ്മള് നെഞ്ചു വിരിച്ച് നമ്മള് എല്ലുമുറിയെ പണിയെടുത്ത് യു ഹാവ് ആക്ച്വലി മെയ്ഡ് എ ബിഗ് ഇമ്പാക്ട്. ഈ പോയിന്റിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോവിഡ് ഒന്നും ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഇതിലും വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. എന്റെ ഒരു മോട്ടിവേഷണൽ സെഷൻ കൊണ്ടൊന്നും എന്താ പറയാ, അതൊന്നും അല്ല സംഭവം. I'm just reminding you, what, at the end of the day, I just want to tell you one thing. You are heroes. When I say that you are heroes, I mean it. I tell it from my heart. Because I know the pain. എനിക്കറിയാം വിഷമം, എനിക്കറിയാം നിങ്ങളെടുത്ത സ്ട്രഗിൾ എന്ത് മാത്രമായിരിക്കും എന്നുള്ളത് എനിക്കത് ഊഹിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന കൊറോണയൊന്നും നമുക്ക് ഒരു വലിയ സ്ട്രഗിൾ ആവേണ്ട കാര്യമില്ല. പിന്നെ ടു ആഡ് ഓൺ ടു ദിസ്, ഐ കൻ ടെൽ യു, ഞാൻ 5 വർഷം 6 വർഷം ബിസിനസ് തുടങ്ങി, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി, പിന്നെ ഐ ഫെയിൽ ആൻഡ് ഐ കെയിം ബാക്ക്. കോവിഡ് വന്നതിന് ശേഷമാണ് എന്റെ ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് ആദ്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. 5% ഷെയർ 5 lakhs ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നത് കോവിഡിന് ശേഷമാണ്. കൺസൾട്ടിങ് കമ്പനിയിലേക്ക് കാനഡയിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ ജോയിൻ ചെയ്യുന്നത് കോവിഡിന് ശേഷമാണ്, കോവിഡ് ടൈമിലാണ്. അതായത് കഴിഞ്ഞ 2020 ജൂണിലും മെയ്യിലൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ട്. അതായത് കഴിഞ്ഞ 5 വർഷം ഞാൻ ഇൻവെസ്റ്റേഴ്സിന്റെ പുറകെ എന്റെ പ്ലാനുകളായിട്ട് ഞാൻ നടന്നിട്ടുണ്ട്, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഇൻവെസ്റ്റർ മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബിക്കോസ് ഐ വാസ് ഷുവർ ദാറ്റ് സം ഡേ ഈ സംഭവിച്ച കോവിഡ് ടൈമിൽ ഞാൻ ഇതുപോലെ കാലിക്കറ്റ് ഇൻവെസ്റ്റർ വാസ് ഇൻ കാലിക്കറ്റ്, സോ ഐ ഹാഡ് ടു ഗോ മീറ്റ് ഹിം. വൈഫ് പറഞ്ഞു, ഇച്ചായ ഇതിപ്പോ കോവിഡ് ടൈമാണ്, നമ്മൾ യാത്രകൾ പാടില്ലാത്ത സമയമാണ്, അല്ലെങ്കിൽ കുറയ്ക്കേണ്ട സമയമാണ്, ഷുഡ് വി റിയലി ഗോ? നമ്മൾ പോയത് യു ഹാവ് ട്രൈഡ് യുവർ ബെസ്റ്റ്, യു ഹാവ് ഞാൻ പറഞ്ഞു, സ്വീറ്റ് ഹാർട്ട്, ദ പോയിന്റ് ഇസ്, അഞ്ജു എന്നാണ് പേര്, ഷീ ഈസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അഞ്ജു, അതായത് ഞാൻ ഇന്ന് ഇഫ് ഐ ട്രൈ ടുഡേ, ഇഫ് ഐ ഗോ ടുഡേ, I have 1% chance of getting the investment, of convincing the investor. ഞാൻ പോയില്ലെങ്കിൽ I am very sure that 100% എനിക്ക് കിട്ടുന്നില്ല. പോയാൽ there is 1% chance. As you rightly said, 90%, 99% നടക്കില്ല, agreed. But there is 1% chance. And that 1% worked. That 1% worked. അപ്പൊ ഈ കോവിഡ് ടൈം എന്ന് പറയുന്നത് നമ്മള് it's like how we are perceiving it, how it's changing, and പക്ഷെ ആ കോവിഡ് ടൈമിൽ I made a change. അതുവരെ റിയൽ ടൈം ക്ലാസ്സുകളായിരുന്നു അക്കാഡമിയ. I took 3 months and then I converted it entirely into the online. I developed platform in 3 months. I called my IT team on an emergency meeting. Yes, we have a problem. And we were actually in the middle of ഒരു എന്താ പറയാ renovation time ആയിരുന്നു ഓഫീസും അക്കാഡമിയും ഒക്കെ ആയിട്ട്. We upright hold ചെയ്തു. ആ ഇൻവെസ്റ്റ്മെന്റ് what we did is we did into online platform. അപ്പൊ റിയൽ ടൈം അക്കാഡമിക്ക് ഇനി പ്രസക്തിയില്ല. സോ there are certain decisions you have to take. ഇപ്പൊ as on today the platform is good. Now the investors are asking us, പല ബിസിനസ്സുകാരും നമ്മൾ ചോദിക്കാറുണ്ട്, like, Christopher, are you actually giving out shares of academia? I told I have to, like, നോക്കാം, we'll see, we'll discuss. See, this is how. So I remember the days when I have really അങ്ങോട്ട് എത്രയോ ഇൻവെസ്റ്റേഴ്സിനെ അങ്ങോട്ട് കാണാൻ പോകുന്ന മൊമെന്റിൽ നിന്ന് ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഓക്കെ പ്ലാറ്റ്ഫോം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഷാൽ വി അസോസിയേറ്റ് എന്ന് ചോദിക്കുന്ന ആ ഒരു ട്രാൻസിഷൻ വാസ് നോട്ട് an easy thing. I can tell you that things will definitely change. Things can go for better once. Ultimately, it's like create the memories, create memories, create a legacy. And that's actually the conclusion of the whole thing. We have to leave the legacy. ഒരു legacy അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മൾ പലരും the problem is when we do a business model, ഞാൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പൊ ഞാൻ 7 കമ്പനിയിലേക്ക് people ask me അല്ല ക്രിസ്റ്റോഫർ ലണ്ടനിലേക്ക് മാറിയപ്പോ അത് എങ്ങനെ ഇന്ത്യയിലെ കമ്പനീസ് ഒക്കെ എന്ത് ചെയ്തു, are we like locking down all the companies? ഞാൻ പറഞ്ഞു, എന്ത് കാര്യത്തിന്, എന്തിനാണ് ഞാൻ ആ കമ്പനി അടച്ചു പൂട്ടേണ്ടത്? ബിക്കോസ് എവറിത്തിങ് ഈസ് ഓൺലൈൻ, ക്ലൗഡിലേക്കും ഡ്രൈവിലേക്കും സ്റ്റോർ ചെയ്ത് സൂം മീറ്റിംഗ് രാവിലെ മോർണിംഗ് 9:30 AM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ 9:30 എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം വെളുപ്പിന് 4 മണി 5 മണി. യെസ്, ഞാൻ 4 മണിക്ക് എഴുന്നേക്കണം.
4 മണിക്ക് എഴുന്നേറ്റ് അവിടെ സൂം മീറ്റിംഗിൽ ലോഗിൻ ചെയ്യുന്നു. ഓഫീസിൽ ഞാൻ 32 ഇഞ്ചിന്റെ 4 TV മേടിച്ചു വെച്ചു വരുന്നതിന് മുമ്പ്. ദാറ്റ് ഇസ് മൈ ഇൻവെസ്റ്റ്മെന്റ്. ഓഫീസ് അടച്ചുപൂടുന്നതിനെ കുറിച്ചല്ല ഞാൻ ആലോചിച്ചത്. രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫും സൂം മീറ്റിംഗിലേക്ക് ലോഗിൻ ചെയ്യണം. ഇപ്പോഴും ഒരു മൊബൈൽ ഫോൺ 10,000 രൂപയുടെ ഒരു വിവോ ഫോൺ ഞാൻ അതിന് വേണ്ടി വെക്കുന്നു. ചാർജ് നിൽക്കുന്ന ഒരു ഫോൺ വെക്കുന്നു. അവരതിനകത്തുണ്ട്. എപ്പോഴാണെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരുമായിട്ട് സംസാരിക്കാം. ഇവിടെ രാവിലെ 7 ആവുന്നു. അവിടെ ഉച്ചയ്ക്ക് 1 മണി തുടങ്ങുന്ന നാട്ടില് ഇവിടെ ആക്ച്വലി ടൈം ഇസ് 7:30 AM in UK ടൈം. നാട്ടിൽ ഏകദേശം 1 മണി അടുപ്പിച്ച്. അപ്പൊ എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുമ്പായിട്ട് നാട്ടിലെ ഹാഫ് ഡേ എന്റെ ടീമിനെ ഗൈഡ് ചെയ്ത് അന്ന് ദിവസം കൊടുക്കേണ്ട എല്ലാ ടാസ്കുകളും കൊടുക്കാം. എന്നിട്ട് I can start the works here. I can take classes here. I can take the sessions here. I can go for the consulting field here. And this is how we can plan it. So it's like, okay, definitely there is extra effort required, but yes, it is worth taking the effort. It will make an impact. Result in down through share. So it's about the mindset. It's about the efforts you want to put in. About I just want to before concluding, I'm just rewinding the points in the second part. The first one was he who would climb the ladder must begin at the bottom. Onne ennu thodanguna theory. Rendu, money should not be the base of the vision. The passion should be the base of your vision. Understand what is your passion, what makes you happy, and are you ready to do it 100 times? You believe it or not, okay, I actually wanted to make some changes for this presentation. Okay, last day I had an important meeting here. So ഇന്നലെ രാത്രി ഫുൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങുന്നത് രാവിലെ 7 മണിക്ക് ഞാൻ കിടന്ന് ഉറങ്ങുന്നു. 7 മണി വരെ ഫുൾ നൈറ്റ് ഈ പ്രസന്റേഷൻസ് ചെയ്യിക്കുന്നു, കുറച്ചുകൂടി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നു, റിവൈവ് ചെയ്തെടുക്കുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ what I thought is because see അത് വലിയ എഫേർട്ട് ഒന്നും അല്ല. I enjoy the process. 7 മണിക്ക് കിടക്കുന്നു, 10 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു. Definitely 3 to 5 hours of sleep I get it every day. May not be continuously, may not be on a fixed time frame. No, I don't go for the time frame. But yes, 5 hours of sleep is mandatory for human body, and that I do it. പക്ഷേ അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് അത് വലിയ സംഭവമായിട്ടല്ല പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്യുന്നു. ഞാനത് ഓക്കെ, എനിക്കത് ഉറങ്ങാൻ തോന്നിയില്ല, എനിക്കത് ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്, ഞാനത് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. Third point is it's never ever late to start something. It's always better to be late than never ever. So നിങ്ങൾ ആർക്കെങ്കിലും ബിസിനസ് എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടെങ്കിൽ, ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന ഒരു ആഗ്രഹം എന്തെങ്കിലും അതെവിടെയോ അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ, then I think we can have a one-to-one talk. We can have ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത്, we can have a mutual discussion, and then we can have Zoom calls or video calls. We can discuss ചെയ്യുന്നതിന് കാശ് മുടക്കൊന്നുമില്ലല്ലോ നമുക്ക്. There is no investment in discussions. It's fine. ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് ചെയ്യാലോ, നെറ്റ്വർക്ക് എന്ന രീതിയിൽ, മലയാളി എന്ന രീതിയിൽ ചെയ്യാലോ. And fourth one is solve the pain points of the society. It's because every business model try to identify a problem, try to identify a solution, and then try to create a magic out of it. Then develop the platforms, build the structure online, use the power of digital marketing, and make it up. And then yes, create a brand out of you. Invest in yourself. Invest in yourself. And let me tell you, failure is never ever an option. But giving up, failure is an option. But yes, giving up is never ever an option. Persistently keep trying. Handle the failures and success alike. Don't get overexcited with the success. And once you're successful, the revenges should always be the sweet ones. Only sweet revenges. And then yes, create the memories, travel and explore, and then leave the legacy, create systematic procedures, and finally just make sure the system continues. ഞാനും നിങ്ങളെല്ലാം മനുഷ്യരാണ്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇന്ന് ഉറങ്ങി എഴുന്നേക്കുന്ന ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റില്ലെന്ന് വരാം. അപ്പോഴും എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത, എന്റെ എത്രയോ വർഷങ്ങൾ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത ആ കമ്പനീസ്, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് ചിൽഡ്രൻ വി കോൾ ഇറ്റ്, നോ, അത് വളർന്നു വരണം എന്ന ആഗ്രഹം നമുക്ക് ഉണ്ടാവും. If somebody should take over it, it should be in an easy position wherein they can actually do it. അതുപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. Because we had a vision, we were supposed to draft it and keep it so that somebody else can take the legacy. അതൊരു ഒരു ദീപശിഖ പോലെയാണ്. അത് അടുത്ത ആൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ അതിന് വേണ്ട എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. or else we can't assume. എത്ര വർഷമുണ്ട് നമ്മളുടെ കയ്യിൽ, എത്ര നാളുകളുണ്ട് നമുക്കെല്ലാം. ആ ഉള്ള സമയത്ത് നമ്മൾ എഫേർട്ട് എടുക്കുക, സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുക, try to spread positivity, bring smiles on others' faces,
It's always good to be positive. It's always good to be smiling. As I've told you already, you are heroes. നിങ്ങളുടെ എഫേർട്ട് എടുത്തത്, I'm just reminding you that you're heroes. I'm just reminding you that you've undergone a lot more hardships than this. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധികളൊക്കെ ഒരുപാടാണ്. നിങ്ങളെല്ലാം ഫേസ് ചെയ്ത് അതിനെ അതിജീവിച്ച ആളുകളാണ് നിങ്ങൾ. And I'm really glad that, you know, you could really attend this session and you could come forward this, join together in this platform. And I can tell you that this is just a beginning. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരുപാട്, see, this is an see, to inspire people is something which I love. 24 മണിക്കൂറിൽ you give me like 5 hours of sleep and the rest I can do it continuously. I can, you know, അത് നമുക്ക് എത്രമാത്രം നമ്മളുടെ ഏത് ലോകത്തിന്റെ ഏത് കോണിലുള്ള ഏത് രാജ്യത്തുള്ള നമ്മളുടെ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. It's not just UK alone, you know, wherever possible we can do it. Let's take the initiatives. Let's try to make a change. And I hope ഈ സെഷൻ, നോർമൽ മോട്ടിവേഷണൽ സെഷൻസിനൊക്കെ അപ്പുറം നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട, എനിക്ക് ഒരു ഒറ്റ ഹെൽപ്പാണ് എനിക്ക് വേണ്ടത്. I want you to think if you had a dream which you couldn't achieve earlier. I want you to think if you are going to do it again. I want you to think whether you're valuing the near and dear ones together. I want you to think whether you are loving yourself. And I want you to think whether you are happy inside. And I want you to request to make people around you happy. Value them, respect them, recognize their efforts, express it. അറിയണം അവരത്, പറയണം അവരോട് that I care for you എന്നുള്ളത്. ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത് ഒരു താങ്ക് യു പറയുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടാവും. Thank you for your support. You'll see wonders actually. Trust me, I have tried it. It works. Okay. അപ്പനും അമ്മയ്ക്കും ഒരു സാധാരണ ഞാൻ പറഞ്ഞ റോസ് ഫ്ലവറിൽ ഒരു റിബൺ കെട്ടിയിട്ട് ഒരു റോസ് ചെയ്യുമ്പോൾ it can make a change. No? No? Yes, I think we can actually, you know, make a change together. I think it's time for us to stop the wind of the session as well. So thank you all for giving me such a wonderful opportunity. Thank you, Deacon, especially. Okay, it was an honor and a pleasure meeting you. And I think, you know, and thank you for, even though in his absence, I would like to thank Prince Sir as well. You know, because Prince Sir is somebody whom I admire a lot. Okay, for his wonderful initiatives. Thank you all for the wonderful opportunity. Thank you. Thank you, Christopher. Now, Mr. George Thomas will deliver his vote of thanks. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് വളരെ സരളമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ക്ലാസ് എടുത്തു തന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റഫർ വൈസിന് നമ്മുടെ WMF-ന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം വേൾഡ് മലയാളി അസോസിയേഷന്റെ UK ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഡീക്കൻ ജോയ്സ് ജെയിംസിനും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ ആൻഡോ ചേട്ടൻ, ബേബി സാറ്, ജോമോൻ, ജോണേട്ടൻ, നോബിൾ, മാത്യു, മൈക്കിൾ, അബ്രാം ചേട്ടൻ, സുനില്, ബേബി, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ഓർക്കുന്നു. അവരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാകട്ടെ. ഇനിയും വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. വളരെ നന്നായ ഒരു ക്ലാസ് ആയിരുന്നു ഇത്. മറ്റുള്ളവരിലേക്ക് ഞങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ ക്യാബിനറ്റിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തപ്പോൾ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രിൻസ് പള്ളിക്കുന്നേലിനും അതുപോലെ ഡോക്ടർ ജയകുമാറിനും അതുപോലെ ബാക്കിയുള്ള ക്യാബിനറ്റ് മെമ്പേഴ്സിനും വേൾഡ് മലയാളി ഫെഡറേഷൻ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നന്ദിയും അർപ്പിക്കുന്നു. Thank you, George Thomas. So we are winding it up.
താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.